ഓർഗാനിക്കിന്റെ നമ്മുടെ മൂന്നാമത്തെ പാർട്ടിലോട്ട് കടക്കുക. നമ്മൾ ആദ്യം ഈ ഓർഗാനിക്കിനകത്ത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഹൈഡ്രോ കാർബണിനെ പറ്റിയിട്ടാണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും എന്ന് പറഞ്ഞു? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും വരും. അതിൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള, അതായത് സിംഗിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രിപ്പറേഷൻസ്, കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി. ഈ റിയാക്ഷൻസിനകത്ത് നമുക്ക് കുറച്ച് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ എക്സാമിന് നമുക്ക് മെക്കാനിസംസ് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ്, റിയാക്ടന്റ്, കാറ്റലിസ്റ്റ് ഇത് കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കണം. എക്സാമിന് നമുക്ക് റിയാക്ഷൻസ് തന്നെ ചോദിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽക്കീൻ പഠിച്ചു. ആൽക്കീന്റെ എന്തൊക്കെയാ നെയിമിങ് പഠിച്ചു, പ്രിപ്പറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ആൽക്കീന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഒരു ഐസോമറിസം പറഞ്ഞായിരുന്നു, അതായത് സിസ് ട്രാൻസ് ഐസോമേഴ്സ്. അപ്പൊ അത് വരയ്ക്കാനും നമ്മൾ ഒരേ സൈഡിൽ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. എപ്പോഴും ആൽക്കീൻ ായിരിക്കും എന്ത് തരുന്നത്? സിസ് ട്രാൻസ് ഐസോമേഴ്സിന് തരുന്നത് ആരായിരിക്കും? ആൽക്കീൻ കോമ്പൗണ്ടുകളായിരിക്കും. അപ്പൊ നമുക്ക് എക്സാമിന് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇതിന്റെ നമുക്ക് ചിലപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ തരും, എന്നിട്ട് ചോദിക്കുന്നത് സിസ് ഏതാ ട്രാൻസ് ഏതാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു, നമുക്കൊരു ആൽക്കീൻ കോമ്പൗണ്ട്, അത് സിസ് ട്രാൻസ് ഐസോമേഴ്സ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കോമ്പൗണ്ടുകൾ കാണും. എങ്ങനെയായിരിക്കും സിസ് ട്രാൻസ് ഐസോമേഴ്സ് വരയ്ക്കുന്നത്? ആൽക്കീൻ കോമ്പൗണ്ട്സുകളായിരിക്കും സിസ് ട്രാൻസ് കാണിക്കുന്നത്. അപ്പൊ അതാണ്ട് സെയിം കോമ്പൗണ്ടുകൾ, അതായത് സെയിം കോമ്പൗണ്ട് ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ന് വിളിക്കും? സിസ് എന്ന് വിളിക്കും. സെയിം കോമ്പൗണ്ടുകൾ ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ സിസ് ഐസോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, ഇനി അടുത്ത് നോക്കിക്കേ, നമുക്ക് എന്ത് ചെയ്തു? സെയിം കോമ്പൗണ്ട്സുകൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വരുന്നു. ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വരുവാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഐസോമേഴ്സ്. എന്താണ്? ട്രാൻസ് ഐസോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കോമ്പൗണ്ട്സുകൾ തരും. കോമ്പൗണ്ട്സുകൾ തന്നിട്ട് നമുക്ക് ആയിരിക്കും തരുന്നത്. ഇതിനകത്തുള്ള സിസ് ട്രാൻസ് ഐസോമേഴ്സ് വരയ്ക്കാൻ ചോദിക്കും. നോക്കിക്കേ, ഒന്നാമത്തെ കോമ്പൗണ്ട് ഞാൻ എടുക്കാണ്, CHCl. CHCl. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇതിനകത്തുള്ള സിസും ട്രാൻസും വരയ്ക്കും. ഞാനിപ്പോ ഒരെണ്ണം വരയ്ക്കും, നിങ്ങൾ ഈ ഒരെണ്ണത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറയും. അതിന് രണ്ടാമത്തെ, ഈ ഒന്നാമത്തത് ഞാൻ പറയും, രണ്ടാമത്തെ കോമ്പൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തിക്കണം? ചെയ്ത് നോക്കണേ. നോക്കിക്കേ, ഇതിന്റെ ഐസോമേഴ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാർബൺ കോമ്പൗണ്ട്സ് നമ്മൾ എടുത്തു, ബോണ്ട് വരച്ചു. നോക്കിക്കേ, സിസ് വരയ്ക്കുന്ന സമയത്ത് ഹൈഡ്രജൻ, ഇവിടെ ആരൊക്കെയുള്ള കാർബണെ? ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ഇവിടെ ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻസ് എല്ലാം ഒരേ സൈഡിൽ കൊണ്ടുവന്നു, ഹൈഡ്രജനെ എല്ലാം ഒരേ സൈഡിൽ, ക്ലോറിനെ എല്ലാം നമ്മൾ ഒരേ സൈഡിൽ കൊണ്ടുവന്നു. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ് ഐസോമേഴ്സ്. ഇനി ട്രാൻസ് വരയ്ക്കുന്ന എങ്ങനെയാ? ട്രാൻസ് വരയ്ക്കുമ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഹൈഡ്രജനെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് കോർണറിൽ കൊണ്ടുപോകണം. ഓപ്പോസിറ്റ് കോർണേഴ്സിൽ കൊണ്ടുവന്നു. ക്ലോറിനെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് കോർണേഴ്സിൽ കൊണ്ടുവന്നു. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഐസോമേഴ്സ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ പിക്ചേഴ്സ് തരും, എന്നിട്ട് നിങ്ങൾ ചോദിക്കും സിസ് ഏതാ ട്രാൻസ് ഏതാ? ഡബിൾ ബോണ്ട് ഉണ്ട് മക്കളെ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. സിസ് ഏതാ ട്രാൻസ് ഏതാ നിങ്ങളടുത്ത് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വരയ്ക്കണം. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കീൻ കോമ്പൗണ്ടുകളാണ് കാണിക്കുന്നത്. അപ്പൊ ആൽക്കീൻ കോമ്പൗണ്ട്സുകളാണ് എന്ത് കാണിക്കുന്നത്? ട്രാൻസ് ഐസോമേഴ്സ് കാണിക്കുന്നത്. ആൽക്കേൻ കാണിക്കോ? ആൽക്കേൻ സിസ് ട്രാൻസ് ഐസോമേഴ്സ് കാണിക്കത്തില്ല. അപ്പം നിങ്ങളിപ്പോ ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ കാർബൺ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഉണ്ട്, പിന്നെ C6H5 ഉണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ടെലിഗ്രാമിൽ ഇതിന്റെ ആൻസർ എനിക്ക് ഇട്ട് തരണേ. ഞാൻ ഇന്ന് ചോദിക്കും, ക്ലാസ് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എനിക്ക് അത് ഇട്ട് തന്നേക്കണം കേട്ടോ. അപ്പോ നമ്മൾ ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവാണ്. നമ്മളിനി പ്രിപ്പറേഷൻ പഠിക്കാൻ പോവാണ്. ഓരോന്നിന്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ആൽക്കീന്റെ പ്രിപ്പറേഷൻസ്. നമ്മുടെ ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. കുറച്ച് റിയാക്ഷൻസിനകത്ത് ഏതൊക്കെയാണ് റിയാക്ടന്റ്, ആരൊക്കെയാണ് കാറ്റലിസ്റ്റ് എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? ആൽക്കേന്റെ പ്രിപ്പറേഷനകത്ത്, ആൽക്കേന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കി, ആൽക്കീനകത്ത് ഉണ്ടാക്കി, ഫ്രം ആൽക്കീനകത്ത് ഉണ്ടാക്കി. അതായത് ഡബിൾ ബോണ്ടിനെ നമ്മൾ എന്താക്കി? സിംഗിൾ ബോണ്ട് ആക്കിയത് ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ ഉപയോഗിച്ച പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ചു. അപ്പൊ ഫ്രം ആൽക്കീനകത്ത് നിന്ന്, അതായത് ആൽക്കീനകത്ത് നിന്ന് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് നമ്മൾ ആരെ ഉണ്ടാക്കണം? ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കീനെ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ആൽക്കൈനകത്ത് നിന്ന് സിസ് ആൽക്കീനെയും ട്രാൻസ് ആൽക്കീൻസിനെയും ഉണ്ടാക്കിയെടുക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നോക്കിയേ, പലേഡിയവും കാർബണും കാറ്റലിസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിസ് ആൽക്കീൻസ് കിട്ടും.
പലേഡിയവും ആരും കാർബണുമാണ് കാറ്റലിസ്റ്റ് നമുക്ക് സിസ് ആൽക്കീൻ ആയിരിക്കും. സിസ് ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, സെയിം സൈഡിൽ ഓരോ ആളുകൾ വരുന്നത്. നോക്കിക്കേ, ഈ ആർ ഡാഷ് ഇട്ടേക്കുന്നത് രണ്ട് ആൽക്കിൽ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആർ ഡാഷ് രണ്ടും രണ്ടല്ല. നമ്മളിപ്പം CH3 എന്ന് എഴുതത്തില്ലേ, അപ്പൊ അത് മാറിപ്പോവാതിരിക്കാൻ ആർ ഡാഷ് ഇട്ടതെന്നേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ, അപ്പം നമുക്ക് ആൽക്കൈനകത്തുനിന്ന് സിസ് ആൽക്കീനെ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കണ്ടേ? പലേഡിയം കാറ്റലിസ്റ്റും കാർബൺ കാറ്റലിസ്റ്റും ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ആൽക്കീനകത്ത് നമുക്ക് ട്രാൻസ് ആൽക്കീനെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഇത് എന്തിന്റെ പ്രിപ്പറേഷനാ പറയുന്നത്? ആൽക്കീന്റെ പ്രിപ്പറേഷൻ ആണേ. നമുക്ക് ട്രാൻസ് ആൽക്കീൻസിനെ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. ട്രാൻസ് ആൽക്കീനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കേ, നമുക്ക് എന്തിനകത്ത് ഇവിടെ സോഡിയം ലിക്വിഡ് അമോണിയ ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോഡിയവും ലിക്വിഡ് അമോണിയ ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോഡിയം എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലിക്വിഡ് അമോണിയ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ സിസ് കിട്ടാൻ വേണ്ടിയിട്ട് പലേഡിയവും കാർബണും, ട്രാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ലിക്വിഡ് അമോണിയം സോഡിയത്തെ ഉപയോഗിക്കുന്നു. പിന്നെ ഈഥൈനകത്തുനിന്ന് ഈഥീനെ ഉണ്ടാക്കിയെടുക്കാൻ, അതേപോലെ പ്രൊപ്പൈനകത്തുനിന്ന് പ്രൊപ്പീനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇതൊരു എക്സാമ്പിൾസ് ആണ്, ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈഥൈനകത്തുനിന്ന് ഈഥീനെ, പ്രൊപ്പൈനകത്തുനിന്ന് പ്രൊപ്പീനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പലേഡിയം കാർബൺ കാറ്റലിസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ, ഇനി അടുത്തൊരു റിയാക്ഷനെ പറ്റി നമ്മൾ പറയാൻ പോവാണ്. ദ റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡീഹൈഡ്രജനേഷൻ റിയാക്ഷൻ ആണ്. ഇതൊരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ കൂടിയാണ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അതായത് എന്താണ് ബീറ്റ അല്ലെ ആൽഫ കോമ്പൗണ്ട്, ആൽഫ കാർബൺ ഏതാ, ബീറ്റ കാർബൺ ഏതാന്ന് നമ്മൾ അറിയണം. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിക് KOH ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം? ഹാലജൻ കോമ്പൗണ്ടുകളാന്ന് അറിയാമല്ലോ മക്കളെ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ കോമ്പൗണ്ടുകളാ. അപ്പൊ ഹാലജൻ കോമ്പൗണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഹാലജൻ കോമ്പൗണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഞാൻ ഇതും കൂടെ ഒന്ന് എഴുതുവാണേ. ഒരു മിനിറ്റ്. ഓക്കെ, നോക്കിക്കേ മക്കളെ, നമ്മുടെ ഹാലജൻ കോമ്പൗണ്ട് അല്ലേ, ഈ ഹാലജൻ കോമ്പൗണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ, ആ കാർബണെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ആ കാർബണെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ആ ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന തൊട്ടടുത്ത കാർബൺ, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. ഓക്കെ ആണല്ലോ? അപ്പം മറന്നു പോരുത്, ഹാലജൻ കോമ്പൗണ്ട്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് എന്ത്? ഹാലജൻ കോമ്പൗണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. ആൽഫ കാർബൺ തൊട്ടടുത്തുള്ള ഒരു കാർബണോട്ട് ഒരു കണക്ഷൻ വരുമല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. അപ്പൊ വേറൊരു ഡൗട്ട് തോന്നാം നമുക്ക്, ഇങ്ങനെ വീണ്ടും ഇവിടെ ഒരു കാർബൺ ഉണ്ടെന്നിരിക്കട്ടെ, ഇതാണ്ട് ഇങ്ങനെ 3 കാർബൺസ് പോകുന്നു. ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്കൊരു ഹാലജൻ കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ആൽഫയാണ്. അപ്പൊ ഇവിടെ ഒരു ബീറ്റ കാർബൺ വരും, ഇവിടെ ഒരു ബീറ്റ കാർബൺ വരും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ ഒറ്റ ഒരാളെ ഉള്ളൂ പറയാൻ. നമ്മൾ എന്തിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒറ്റ ഒരു കോമ്പൗണ്ട്സേ ഉള്ളൂ. നമുക്ക് ഇങ്ങനത്തെ കോമ്പൗണ്ട് ഇവിടെ തരുത്തുള്ളൂ. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈ ബീറ്റ എലിമിനേഷൻ, ബീറ്റ കാർബണിന്റെ എലിമിനേഷൻ ആണ് ബീറ്റ ഡീഹൈഡ്രജനേഷൻ, ഡീഹൈഡ്രോ ഹാലജനേഷൻ ആ. അപ്പൊ ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇവിടുത്തെ ഒരു ഹാലജനും കൂടെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്തു പോകും. അതായത് ഈ ഇവിടെ ഒരു എലിമിനേഷൻ നടക്കും. എലിമിനേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തുവാണ് ആൽഫ കാർബൺ, ആരാണ് ബീറ്റ കാർബൺ എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കണം? നോക്കി വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തോട്ട് പോവുകയാണെ. അടുത്ത പ്രിപ്പറേഷൻ. അപ്പം ആൽക്കീന്റെ 2 പ്രിപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെയാണ് ഫ്രം ആൽക്കൈന്, രണ്ടാമത്തെ ആൽക്കിൽ ഹാലൈഡ്. ആൽക്കിൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ RX ഗ്രൂപ്പുകൾ, എന്ന് വെച്ചാൽ ആൽക്കിൽ ഗ്രൂപ്പിനകത്ത് ഹാലജൻസ് വരുന്നത്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ, തൊട്ടടുത്തുള്ള കാർബൺ ആണ് ബീറ്റ കാർബൺ. ഓക്കെ ആണല്ലോ? ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റിയാക്ഷന് കുറച്ച് എന്താ, നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഹാലൈഡുകൾ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഈ ഹാലൈഡുകൾ ആരൊക്കെയാ? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഇവർക്ക് കുറച്ച് റേറ്റ് ഉണ്ട്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിയാക്ടന്റ് എന്താകുന്നു? ഒരു റിയാക്ടന്റ് എന്താകുന്നു? പ്രോഡക്റ്റ് ആകുന്നു. അപ്പൊ ഈ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുന്ന ആ ഒരു സമയമുണ്ട്, എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്ന നിരക്കിനെ നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്നുള്ള കാര്യം. അപ്പൊ ഈ റേറ്റ് ഓഫ് റിയാക്ഷൻസ് ഓർഡർ, ആൽക്കിൽ ഹാലൈഡിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻസ് ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേറ്റ് ആർക്കായിരിക്കും? അയോഡിൻ ആയിരിക്കും.
രണ്ടാമത് ബ്രോമിൻ ആയിരിക്കും, ക്ലോറിൻ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായെന്ന് വെച്ചാൽ റിയാക്ടന്റ് എന്താകുന്നു, പ്രോഡക്റ്റ് ആകുന്നു. അതായത് നമ്മുടെ ആൽക്കെയിൻ കോമ്പൗണ്ട് എന്തായിട്ട് മാറുന്നു, ആൽക്കീനായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ഓർഡർ ആയിരിക്കും? നമ്മുടെ ഹാലജൻ ബേസ് ചെയ്താണെങ്കിൽ അയോഡിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, രണ്ടാമത് ആർക്കായിരിക്കും, നമ്മുടെ ബ്രോമിൻ ആയിരിക്കും, ലാസ്റ്റ് ആർക്കായിരിക്കും, ക്ലോറിൻ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞില്ലേ ടെർഷറി ആൽക്കിൽ ഹാലൈഡ്. ടെർഷറി ആൽക്കിൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ആൽക്കിൽ ഹാലൈഡ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ തൊട്ടടുത്ത ഒരു കാർബണുമായിട്ട്, അതായത് എക്സ് തൊട്ടടുത്തൊരു കാർബണുമായിട്ട് അറ്റാച്ച് വരുന്നു, ഒരു കാർബണുമായിട്ട്. ഇനി ഇതാണ് എന്റെ പ്രൈമറി ആൽക്കിൽ ഹാലൈഡ്. ഇനി ഈ കാർബൺ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള രണ്ട് കാർബണുമായിട്ട് എന്ത് ചെയ്യുന്നു, അറ്റാച്ച്മെന്റ് വരുന്നു. ഇനി അടുത്ത ടെർഷറി ആണെങ്കിൽ എന്ത് വരും, ഈ ആൽക്കിൽ ഹാലൈഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ തൊട്ടടുത്തുള്ള മൂന്ന് കാർബണുമായിട്ട് എന്ത് ചെയ്യുന്നു, അറ്റാച്ച്മെന്റ് വരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർഷറി ആൽക്കിൽ ഹാലൈഡ്. അപ്പൊ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടെർഷറിക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് റേറ്റ്, അതിന് സെക്കൻഡറിക്കായിരിക്കും, അതിന് പ്രൈമറിക്കായിരിക്കും. ഇത് മറന്നു പോലെ മക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർഡർ എഴുതാൻ ചോദിക്കും, റേറ്റ് ഓഫ് റിയാക്ഷന്റെ ഓർഡർ എഴുതാൻ ചോദിക്കും. അപ്പൊ ഇത് എന്ത് ചെയ്തരുത്, മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യത്തിലോട്ട് നമ്മൾ വരുവാണ്, ഫ്രം വിസ്നൽ ഹാലൈഡ്. വിസ്നൽ എന്താണ് വിസ്നൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ നമ്മൾ ഒരു ടേം പഠിച്ചു, പുതുതായിട്ടൊരു ടേം പഠിച്ചു, എന്തുവാ, ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ തൊട്ടടുത്തുള്ള കാർബൺ, ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. അപ്പൊ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ എന്താ, ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആണ്, ഹാലജൻ അറ്റാച്ച്ഡ് കാർബൺ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഹാലജൻ അറ്റാച്ച്ഡ് കാർബൺ ആണ് എന്ത്, ആൽഫ കാർബൺ. ഓക്കെ, അത് ഒന്നാമത്തെ ഒരു ടേം ആയിട്ട് എന്തെങ്കിലും പഠിച്ചു വെച്ചേക്കണം. ഈ രണ്ടാമത്തെ ഇവിടെ പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് വിസ്നൽ ഡൈഹാലൈഡ്. ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, രണ്ട് ഹാലൈഡുകൾ വരുന്നുണ്ട്. നോക്കിക്കേ, ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ മക്കളെ, CH2Br, സിംഗിൾ ബോണ്ട് CH2Br. മക്കളെ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഡൈഹാലൈഡ് ഉണ്ട് എന്ന് വെച്ചാൽ രണ്ട് ഹാലൈഡുകൾ ഉണ്ട്. അപ്പം തൊട്ടടുത്തടുത്തുള്ള അഡ്ജസൻ കാർബണാറ്റത്തിനകത്ത് എന്ത് വരുന്നു, ഹാലൈഡ് ഗ്രൂപ്പുകൾ അടുത്തടുത്തായിട്ട് വരുവാണെങ്കിൽ എന്താ പറഞ്ഞ, രണ്ട് ഹാലൈഡ് ഗ്രൂപ്പ്, രണ്ട് കാർബൺ തൊട്ടടുത്തടുത്തുള്ള കാർബണിനകത്ത് ഇവിടെ ഒരു ഹാലൈഡ് ഗ്രൂപ്പ് വന്നു, ഇവിടെ ഒരു ഹാലൈഡ് ഗ്രൂപ്പ് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്നൽ ഡൈഹാലൈഡ്. അപ്പൊ എന്താ, രണ്ട് അഡ്ജസൻ കാർബണാറ്റത്തിനകത്ത് എന്ത് വന്നു, അഡ്ജസൻ കാർബണാറ്റത്തിനകത്ത് ആര് വന്നു, കാർബണാറ്റത്തിനകത്ത് ആര് വന്നു മക്കളെ, ബ്രോമിൻ വന്നു. ബ്രോമിൻ അല്ല, ഹാലൈഡ് വന്നു. ഹാലൈഡ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ കോമ്പൗണ്ട്, വിസിനൽ ഡൈഹാലൈഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വിസിനൽ ഡൈഹാലൈഡിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെ കിട്ടും, ആൽക്കിൻ കോമ്പൗണ്ടിനെ കിട്ടും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ 3 പ്രിപ്പറേഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് ആൽക്കൈന് പ്രിപ്പറേഷൻസ് കാണാതെ പഠിക്കണം. ആൽക്കൈനകത്ത് നമുക്ക് സിസ് ആൽക്കൈനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലേഡിയവും കാർബണിന്റെയും കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ട്രാൻസിനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു, സോഡിയത്തിനെയും ലിക്വിഡ് അമോണിയനെയും ഉപയോഗിക്കുന്നു. നോക്കിക്കേ, ഇനി ആൽക്കിൽ ഹാലൈഡിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ആൽക്കിൽ ഹാലൈഡിന്റെ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജൻ ഹാലജനും എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അതായത് HX എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ആൽക്കഹോൾ KOH. എന്നിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു എന്താണ് ആൽഫ കാർബൺ, എന്താണ് ബീറ്റ കാർബൺ. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് വന്നിരിക്കുന്ന കാർബണെ ഞാൻ ആൽഫ കാർബൺ എന്നും, ആ കാർബൺ തൊട്ടടുത്തുള്ള ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, തൊട്ടടുത്തൊരു കാർബണോട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. ബീറ്റ കാർബണാത്ത ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നും നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ റേറ്റ് നമ്മൾ പറഞ്ഞു. റിയാക്ടന്റ് എന്താകുന്നു, പ്രോഡക്റ്റ് ആകുന്നു. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുന്ന ആ ഒരു ടൈം, ആ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു, പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അതായത് റിയാക്ഷൻ സൈഡിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് കുറയുകയും പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് കൂടുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻസ് ഹാലൈഡിന്റെ കേസിൽ അയോഡിൻ ആയിരിക്കും കൂടുതൽ, പിന്നീട് ബ്രോമിൻ, പിന്നീട് ക്ലോറിൻ. ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി ഹാലൈഡ്സുകളുടെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് ഈ കൊടുത്തേക്കുന്നത്. അത് ഇനി വിസ്നൽ ഡൈഹാലൈഡിൽ നിന്ന് നമുക്ക് ആരെ ഉണ്ടാക്കാൻ പറ്റും, ആൽക്കീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ വിസ്നൽ ഡൈഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അഡ്ജസൻ കാർബണാറ്റത്തിനകത്ത് ആര് വരുന്നു മക്കളെ, നമ്മുടെ ഹാലൈഡ് ഗ്രൂപ്പുകൾ വരുന്നു. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വിസ്നൽ ഡൈഹാലൈഡ്. ഈ റിയാക്ഷനെ നമ്മൾ ഡീഹാലജനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. മക്കളെ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണെങ്കിൽ ഇവിടുത്തെ
റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഹാലജനേഷൻ റിയാക്ഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഹാലജൻ കോമ്പൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ബ്രോമിൻ എന്ത് ചെയ്യും, അതായത് ഇവിടുന്ന് രണ്ടും എന്ത് ചെയ്യുന്നു, ഈ ബ്രോമിൻ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡീഹാലജനേഷൻ റിയാക്ഷൻ ഏതാ, എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ ബിസ്നൽ ഡൈഹാലജൻ റിയാക്ഷൻ എന്തിന് എക്സാമ്പിളാ, ഡീഹാലജനേഷൻ റിയാക്ഷൻ എക്സാമ്പിളാ. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ആൽഫ കാർബൺ എന്താ, ബീറ്റ കാർബൺ എന്താ, എന്താണ് ബിസ്നൽ ഡൈഹാലൈഡ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമ്മൾ അടുത്ത പ്രിപ്പറേഷനിലോട്ട് പോകുകയാണ്. ഫ്രം ആൽക്കഹോൾ ബൈ ആസിഡിക് ഡീഹൈഡ്രേഷൻസ്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ആളാരാണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ 1 മോളിക്യൂൾ ഓഫ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ആൽക്കഹോൾ മോളിക്യൂൾ. ഈ ആൽക്കഹോൾ മോളിക്യൂളിനകത്ത് നമ്മൾ എന്തിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്, നമ്മുടെ വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. Water molecule is eliminated from alcohol molecule present in acidic. This reaction is known as acidic dehydration ഓഫ് ആൽക്കഹോൾ. അതായത് നമ്മുടെ ഒരു ആസിഡിനകത്തുനിന്ന് നമ്മളൊരു ആസിഡ് എടുത്തു, ഒരു ആസിഡിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആസിഡ് കോമ്പൗണ്ടിനകത്ത് ആരെ റിമൂവ് ചെയ്യുന്നു, വാട്ടറിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ, ഇതിന്റെ വേറൊരു പേരൊക്കെ ഉണ്ടല്ലോ, ഡീഹൈഡ്രോ ഹാലജനേഷൻ, അങ്ങനത്തെ റിയാക്ഷൻസ്, അങ്ങനത്തെ പേരുകളൊക്കെ എന്ത് ചെയ്തേക്കണം, പഠിച്ചു വെച്ചേക്കണം. അപ്പൊ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിഡിക് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ മോളിക്കൂൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്താന്ന് നമുക്കറിയാം, ഒരു ഹാലജൻ കോമ്പൗണ്ട്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. ഇവിടെ നോക്കിക്കേ, ഇവിടെ OH ഗ്രൂപ്പ് ആണ് വന്നേക്കുന്നത്. OH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീനോൾ ഗ്രൂപ്പ് അല്ലെ ആൽക്കഹോൾ ഗ്രൂപ്പാണ് വന്നേക്കുന്നത്. ഈ ആൽക്കഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, ആൽഫ കാർബൺ. അതിന് തൊട്ടടുത്തുള്ള കാർബൺ ഏതാ, ബീറ്റ കാർബൺ. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകണ്ടേ, H2O. നോക്കിക്കേ, H2O എന്ത് ചെയ്യുന്നു, എലിമിനേഷൻ നടക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു, ഈഥീൻ കോമ്പൗണ്ട് കിട്ടുന്നു. അപ്പൊ ഇത്രയാണ് എന്തിന്റെ പ്രിപ്പറേഷൻ, ആൽക്കീന്റെ പ്രിപ്പറേഷൻസ്. അപ്പൊ ആൽഫ കാർബൺ എന്താ, ബിസ്നൽ ഡൈഹാലൈഡ് എന്താന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കണം. ജസ്റ്റ് ഈ റിയാക്ഷനകത്ത് എന്ത് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു, എന്ത് കിട്ടുന്നു, എന്താണ് കാറ്റലിസ്റ്റ്, അത് നോക്കി വെച്ചാൽ മാത്രം മതി. ഇത് റേറ്റ് ഓഫ് റിയാക്ഷൻസ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, എന്താണ് ആൽഫ കാർബൺ, ഏതാണ് ബീറ്റ കാർബൺ, എന്താണ് ബിസ്നൽ ഡൈഹാലൈഡ്. മക്കളെ അതേപോലെ ഇവിടെ നോക്കി വെച്ചേക്കണം, ഇവിടെ OH ഗ്രൂപ്പ് ആണ് വന്നേക്കുന്നത്, ഹാലൈഡ് ഗ്രൂപ്പ് അല്ല, OH ഗ്രൂപ്പ് ആണ് വന്നേക്കുന്നത്. അപ്പൊ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ, തൊട്ടടുത്തുള്ള കാർബൺ ആണ് ബീറ്റ കാർബൺ. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഈ റിയാക്ഷൻ ഇതൊരു ആൽക്കഹോൾ കോമ്പൗണ്ട് ആണ്. എഥനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട്, നമ്മൾ ഇനി ആൽക്കഹോളിനകത്ത് ആൽക്കഹോളിന്റെ നെയിമിംഗ് പഠിക്കും. അപ്പൊ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടാണ് ഇതിനെ നമ്മൾ എന്താ ആസിഡ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. ഇതിന് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ. എന്തുകൊണ്ടാ, ബീറ്റ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. നോക്കിക്കേ, ഇനി അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുവാണ്. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൽക്കീന്റെ ഫസ്റ്റ് 3 മെമ്പേഴ്സ് നമ്മൾ പ്രൊപ്പം എഴുതത്തില്ലേ, അപ്പൊ ഫസ്റ്റ് 3 മെമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും, അത് ഗ്യാസ് സ്റ്റേജിലായിരിക്കും. അതിന് ഈഥീൻ എന്തായിരിക്കും, കളർലെസ് ആയിരിക്കും. അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്ന അറിയാമോ മക്കളെ, ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ് വിത്ത് ഇൻക്രീസിങ് സൈസ്. മക്കളെ ഈ ഒരു കാര്യം ഒരു നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ് വിത്ത് ഇൻക്രീസിങ് സൈസ്. ഇപ്പം നമ്മൾ എടുത്തു CH4 എടുത്തു, അത് കഴിഞ്ഞ് CH3 CH2 CH3 ഇങ്ങനെ എടുത്തു. ഇവർക്ക് മോളിക്കുലർ സൈസ് ആർക്കാ കൂടുതൽ, നമ്മുടെ പ്രൊപ്പേൻ അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ആൽക്കേനകത്തും എന്താ പറയുന്നുണ്ട്, ആൽക്കേനകത്തും എന്ത് തന്നെ പറയുന്നത്, മോളിക്കുലർ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ആൽക്കേനിലും എന്ത് തന്നെ മോളിക്കുലർ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ബോയിലിംഗ് പോയിന്റ് എന്ത് ഇൻക്രീസ് ചെയ്യും, മോളിക്കുലർ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് എവിടെയും നമ്മുടെ ആൽക്കീനകത്തും. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്. ആ കാര്യം എന്ന് വെച്ചാൽ ബ്രാഞ്ച് വരുന്ന കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ സൈസ് ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, ടെലിഗ്രാമിൽ തന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചിക്കണം, ആൽക്കേനകത്ത് എന്ത് തന്നെ മോളിക്കുലർ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാൻ പോവാടെ. ഇതിനകത്ത് നമുക്ക് കുറച്ച്
അഡീഷൻ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അഡീഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അഡീഷൻ റിയാക്ഷൻ അഡീഷൻ ഓഫ് ഹാലജൻ. ഇപ്പൊ ഹാലജൻ ലൈക്ക് ബ്രോമിൻ ഓർ ക്ലോറിൻ ആഡഡ് അപ് ടു ആൽക്കീൻ ടു ഫോം വിസിനൽ ഡൈഹാലൈഡ്. അപ്പൊ വിസിനൽ ഡൈഹാലൈഡ് നമ്മൾ എന്താ പഠിച്ചു? അപ്പൊ വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് നമുക്ക് ആരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ആൽക്കീനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷൻ റിയാക്ഷൻ വഴിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിസിനൽ ഡൈഹാലൈഡിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് അതിന്റെ. അതായത് നമ്മൾ എന്ത് പറഞ്ഞു? വിസിനൽ ഡൈഹാലൈഡ്, വിസിനൽ ഡൈഹാലൈഡിനകത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്തു? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ വഴി അല്ലെ ഹാലജനേഷൻ റിയാക്ഷൻ വഴി ഹാലജനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽക്കീനെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ആൽക്കീനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആരെ? ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? വിസിനൽ ഡൈഹാലൈഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിസിനൽ ഡൈഹാലൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിൻ നമ്മൾ പറയുന്ന ഹാലൈഡുകൾ ആരൊക്കെയാ വരുന്നത്? ഫ്ലൂറിൻ വരും, ക്ലോറിൻ വരും, ബ്രോമിൻ വരും, അയഡിൻ വരും, അസ്റ്റാൻഡിൻ വരും ആണല്ലോ. ഇതിനകത്തുള്ള അയഡിൻ കോമ്പൗണ്ട് ഉണ്ടല്ലോ, അയഡിൻ കോമ്പൗണ്ട് എന്ത് തരുന്നില്ല? അഡിഷൻ റിയാക്ഷൻ എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അയഡിൻ കോമ്പൗണ്ട് എന്ത് കാണിക്കുന്നില്ല? അഡിഷൻ റിയാക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നോക്കിയേ, ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട ഡൈഹാലൈഡിനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഡൈഹാലൈഡ് കോമ്പൗണ്ട്, 2 ഹാലജൻ കോമ്പൗണ്ടിനെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താ? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് എന്ത് വരുന്നു? Br2 വരുന്നു. Br2 എന്ന് പറഞ്ഞാൽ Br ആണല്ലോ. ഇതിനകത്ത് ഒരു Br ഇങ്ങോട്ടും ഒരു Br എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാകുന്നു? CH2Br ഉണ്ടാകുന്നു. ഹാലജൻ ആഡ് ചെയ്തു. അപ്പൊ ഇയാളെ വിളിക്കുന്ന പേരാണ് എന്ത്? വിസിനൽ ഡൈഹാലൈഡ്. ഓക്കെ ആണല്ലോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് നമുക്ക് ആരെ ഉണ്ടാക്കാൻ പറ്റും? ആൽക്കീനെ ഉണ്ടാക്കാൻ പറ്റും. ആൽക്കീനിൽ നിന്ന് നമുക്ക് എന്തിനെ ഉണ്ടാക്കാൻ പറ്റും? വിസിനൽ ഡൈഹാലൈഡിനെ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് എന്ത്? വിസിനൽ ഡൈഹാലൈഡ്. ഓർത്ത് വെച്ചേക്കണേ മക്കളെ, മറന്നു പോവരുതേ. വിസിനൽ ഡൈഹാലൈഡ്. അപ്പം 1,2-ഡൈബ്രോമോ മീഥേന്റെ വേറൊരു പേരാണ് എന്ത്? വിസിനൽ ഡൈഹാലൈഡ്. ഇനി അടുത്ത നോക്കിക്കേ, പ്രൊപ്പീൻ. അതോട് നമ്മൾ ആരെ ആഡ് ചെയ്തു? ക്ലോറിൻ Cl2നെ ആഡ് ചെയ്തു. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. Cl അഡ്ജസന്റ് കാർബൺ. ഇനിയിപ്പോ അത് ഇങ്ങനെ വന്നാലോ? CH2Cl CH2Cl ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വിസിനൽ ഡൈഹാലൈഡ് ആണോ? അല്ല. എങ്ങനെ തന്നെ വരണം? അഡ്ജസന്റ് കാർബൺ ആറ്റത്തിനകത്ത് തന്നെ ആര് വരണം? ഹാലജൻസ് വരണം. എങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ? വിസിനൽ കോമ്പൗണ്ട് ആകത്തുള്ളൂ. ഓക്കെ അല്ല? അപ്പൊ ഒന്നാമത്തെ അഡീഷൻ റിയാക്ഷൻ അഡീഷൻ ഓഫ് ഹാലജൻ ആണ്. ഹാലജൻ കോമ്പൗണ്ട് നമുക്ക് അഡീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ? വിസിനൽ ഡൈഹാലൈഡിനെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡുകൾ എന്ന് വെച്ചാൽ HX ബോണ്ടുകളിലെ HX, HBr, HI ഇവരൊക്കെയാണ് ഹൈഡ്രജൻ ഹാലൈഡുകൾ. ഈ ഹൈഡ്രജൻ ഹാലൈഡുകളെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആൽക്കിൽ ഹാലൈഡുകൾ ഫോം ചെയ്യും. ആൽക്കീനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ഹൈഡ്രജൻ ഹാലൈഡിനെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൽക്കിൽ ഹാലൈഡുകൾ കിട്ടും. ഇതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് കൊടുത്തേക്കുന്നത്. ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവരുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രജൻ ഹാലൈഡ് അല്ലേ? അപ്പൊ ഇവരുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നമുക്ക് എഴുതാൻ ചോദിക്കും. ഇത് എന്ത് ചെയ്തേക്കണം? നോക്കി വെച്ചേക്കണം. ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറുകൾ എന്ത് ചെയ്തേക്കണം? നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഇനി അടുത്ത് നോക്കിക്കേ, അഡീഷൻ റിയാക്ഷൻ ഓഫ് HBrനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ പോവാം. അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡിൽ വരുന്ന ഒരാളാണല്ലോ HBr എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഹൈഡ്രജൻ ബ്രോമൈഡ്. അപ്പൊ ദാ ഇവിടെ എന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. നമുക്ക് 2 തരത്തിലുള്ള ആൽക്കീൻ കോമ്പൗണ്ട്സ് നമുക്കുണ്ട്. സിമ്മട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ കോമ്പൗണ്ടും ഉണ്ട്, അൺസിമ്മട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ കോമ്പൗണ്ടും ഉണ്ട്. അപ്പൊ ഈ സിമ്മട്രിക്കൽ ആയിട്ടുള്ള അഡീഷൻ റിയാക്ഷൻ ഓഫ് HBr ടു സിമ്മട്രിക്കൽ ആൽക്കീൻ ആൻഡ് അഡീഷൻ റിയാക്ഷൻ ഓഫ് HBr ടു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. സിമ്മട്രിക്കൽ ആൽക്കീനകത്തും അൺസിമ്മട്രിക്കൽ ആൽക്കീനകത്തും നമ്മൾ ആരെ ആഡ് ചെയ്യാൻ പോവാണ്? ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യാൻ പോവാ. അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറഞ്ഞെങ്കിൽ ആരൊക്കെ വരും? HBr, HI, HCl.
അപ്പൊ ഇതിനകത്ത് നമ്മുടെ അഡിഷൻ റിയാക്ഷൻ നടക്കുന്ന HBr പറ്റിയിട്ട് പറയുകയാണ്. HBrൽ രണ്ട് തരത്തിലുള്ള അഡിഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. സിമ്മട്രിക്കൽ ആൽക്കിനകത്ത് നടക്കുന്നുണ്ട്, അൺസിമ്മട്രിക്കൽ ആൽക്കിനകത്തുള്ള അഡിഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. എടാ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ ഇനി അടുത്തൊരു റൂളിലോട്ട് പോവാ, മാർക്കോണിക്കോവ് റൂൾ എന്ന് പറയുന്ന റൂളിലോട്ട് പോവാ. അതിനു മുന്നേ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ബിസ്ഫിനോൾ ഹാലൈഡ് എന്താണ്, എന്താണ് ആൽഫ കാർബൺ, എന്താണ് ബീറ്റ കാർബൺ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ? അടുത്ത കാര്യത്തിലോട്ട് പോകട്ടെ ഞാൻ. ഓക്കെ, നോക്കിക്കേ ഇനി നമ്മൾ അഡിഷൻ റിയാക്ഷൻ പഠിക്കാൻ പോവാം. ആരുടെയാണ്? ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് HBrന്റെ ആണ്. ആരുടെയാണ്? ഹൈഡ്രജൻ ബ്രോമൈഡിന്റെ ആണ്. മക്കളെ എന്താ സിമ്മട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, CH2 ഡബിൾ ബോണ്ട് CH2 ഇതെന്താ? ഒരു ആൽക്കിൻ കോമ്പൗണ്ട് അല്ലേ? ഈ ആൽക്കിൻ കോമ്പൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദാണ്ടെ CH2 സിംഗിൾ ബോണ്ട് പകുതി പോർഷൻ, CH2 സിംഗിൾ ബോണ്ട് പകുതി പോർഷൻ, ഡബിൾ ബോണ്ട് പകുതി പോർഷൻ. ഇങ്ങനെ നമുക്ക് സിമ്മട്രിക്കൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ പാർട്സ് അല്ലേ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിമ്മട്രിക്കൽ ആൽക്കീൻസ്. എങ്കിൽ അടുത്തൊരാളെ നോക്കിക്കേ മക്കളെ, അടുത്തൊരാളെ ഞാൻ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഈക്വൽ പാർട്സ് ആണ് കിട്ടുന്നത്, ഈക്വൽ പാർട്സ് കിട്ടുന്നു. ഇനി അടുത്തൊരാളെ നോക്കിക്കേ, അടുത്ത എക്സാമ്പിൾ CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3. ഇവർ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത്? CH3CH, ഇവിടെയും CH3CH വന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഈക്വൽ പാർട്സ് ആണല്ലേ കിട്ടുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ ഈക്വൽ പാർട്സ് കിട്ടുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്മട്രിക്കൽ. ഈക്വൽ പാർട്സ് കിട്ടുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിമ്മട്രിക്കൽ. ഓക്കെ ആണല്ലോ? സിമ്മട്രിക്കൽ ആൽക്കീൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സിമ്മട്രിക്കൽ ആൽക്കീൻ. അപ്പം ഈ സിമ്മട്രിക്കൽ ആൽക്കിനകത്തും നമ്മൾ HBr ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നോക്കിക്കേ, CH2 ഡബിൾ ബോണ്ട് CH2. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തു? എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഹൈഡ്രജനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഈ ബ്രോമിനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? CH3 ഈ വന്ന ഹൈഡ്രജൻ, പിന്നെ CH2Br കിട്ടി. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, അടുത്ത ഞാൻ നോക്കിക്കേ, ഈ CH3 ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു CH ഡബിൾ ബോണ്ട് CH ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇഷ്ടമുള്ള ആളുകൾ ഈ ഡബിൾ ബോണ്ട് അപ്പുറം ഇപ്പുറം വേണേ. ഈ Hനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഈ Brനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടും ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു CH2 ഇട്ടിട്ടില്ല കേട്ടോ. അത് ഇവിടെ ഒരു CH2 ഉണ്ടേ മക്കളെ. CH3 CH2 സിംഗിൾ ബോണ്ട് CH Br CH3 ഇങ്ങനെ വരത്തില്ലടാ മക്കളെ. അപ്പം സിമ്മട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനകത്തോട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും, ഇപ്പൊ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ Brനെ കൊണ്ട് ഇവിടെ ആഡ് ചെയ്യാം, ഈ Hനെ കൊണ്ട് ഇപ്പുറത്ത് ആഡ് ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള പോലെ സിമ്മട്രിക്കലിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. എങ്കിൽ ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയാൻ പോവാണ്. എന്താണ് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ എന്ന് പറയാൻ പോവാം. നോക്കിക്കേ മക്കളെ, അടുത്തൊരു കോമ്പൗണ്ട് ഞാൻ എഴുതുക. എടാ ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇനി അടുത്തത് മനസ്സിലാവത്തുള്ളൂ. ഈ പറഞ്ഞത് മനസ്സിലായോ? അഡിഷൻ റിയാക്ഷൻ സിമ്മട്രിക്കൽ ആൽക്കീൻ മനസ്സിലായോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. അഡിഷൻ റിയാക്ഷൻ സിമ്മട്രിക്കൽ ആൽക്കീൻസ് മനസ്സിലായോ? എന്നാൽ മാത്രമേ അൺസിമ്മട്രിക്കൽ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നോക്കിക്കേ. ഇനി അടുത്തത് നമ്മൾ പറയണമെന്നോ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. പറയണമെന്നോ പറഞ്ഞേ? ഓക്കെ, അതായത് മക്കളെ നമുക്ക് ഇവിടെ നമ്മൾ അഡീഷൻ റിയാക്ഷനാണ് പഠിക്കുന്നത്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ പഠിക്കുന്നത് ആൽക്കീനകത്താണ് ആൽക്കീനകത്തും ആൽക്കൈനകത്താണ് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അഡീഷൻ റിയാക്ഷനകത്ത് ഒന്നാമത്തെ അഡീഷൻ റിയാക്ഷൻ നമ്മൾ പറയുകയാണ്. ഒന്നാമത്തെ അല്ല, നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡ് അങ്ങനെ ആളുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അഡീഷൻ റിയാക്ഷൻ ഹൈഡ്രജൻ ഹാലൈഡിൽ വരുന്ന കാര്യങ്ങൾ പറയാൻ പോവാ. ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽക്കിൽ ഹാലൈഡുകളാണ് കിട്ടുന്നത്. ആൽക്കിൽ കോമ്പൗണ്ടും ഹാലജൻ കോമ്പൗണ്ടും കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്നാമത് സിമ്മട്രിക്കൽ ആൽക്കിനകത്ത് നമുക്ക് ആഡ് ചെയ്യണം, അൺസിമ്മട്രിക്കൽ ആൽക്കിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സിമ്മട്രിക്കൽ ആൽക്കിൻ എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 എന്നൊരു കോമ്പൗണ്ട് ഞാൻ എടുത്തു. ഇതൊരു ആൽക്കീൻ കോമ്പൗണ്ട് ആണല്ലോ. ഈ ആൽക്കീൻ കോമ്പൗണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. അപ്പൊ ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എന്ത് വന്നു? CH2 വന്നു,
ഈ ഭാഗത്തും വന്നു CH2. ഇവിടെ രണ്ടിടത്ത് കട്ട് ചെയ്തപ്പോ എനിക്ക് എന്താ കിട്ടിയേ? ഈക്വൽ പാർട്സ് ആണ് കിട്ടിയത്. ഈക്വൽ പാർട്സ് ആണ് കിട്ടിയത്. അടുത്തൊരു കോമ്പൗണ്ട് ഞാൻ എടുത്തു. CH3 CH ഡബിൾ ബോണ്ട് CH3. നോക്കിക്കേ, എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഈ ഡബിൾ ബോണ്ട് വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇവിടെ എന്ത് കിട്ടി? CH3 CH. അടുത്ത് എന്ത് കിട്ടി? CH CH3. ഓക്കെ ആണല്ലോ. ഇവിടെ എനിക്ക് ഈക്വൽ പാർട്സ് അല്ലേ കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നു പറഞ്ഞ് ഈക്വൽ പാർട്സ് അല്ലെന്ന് പറയല്ലേ. ഇവിടെ എനിക്ക് എന്ത് തന്നെ കിട്ടിയേക്കുന്നത്? ഈക്വൽ പാർട്സ് അല്ലേ കിട്ടിയേക്കുന്നത്. നോക്കിക്കേ, അപ്പൊ ഇവിടെ എനിക്ക് ഈക്വൽ പാർട്സ് കിട്ടി. അപ്പൊ ഈക്വൽ പാർട്സ് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈക്വൽ പാർട്സ് കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഞാൻ വിളിക്കുന്ന പേരാണ് സിമ്മട്രിക്കൽ ആൽക്കിൻ. ഈ സിമ്മട്രിക്കൽ ആൽക്കിൻ മനസ്സിലായോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് സിമ്മട്രിക്കൽ ആൽക്കിൻ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ സിമ്മട്രിക്കൽ ആൽക്കിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? HBrനെ ആഡ് ചെയ്യാൻ പോവാ. ഈ എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr എഴുതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവരെ ആഡ് ചെയ്യാൻ പോവാ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇതിനകത്ത് ഓരോ ആളുകൾ വരിക എന്നല്ല അർത്ഥം. ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഞാൻ ഈ Hനെ ഇങ്ങോട്ടും കൊടുത്തു, ഈ Brനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടും കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? CH3 CH2Br എന്ന കോമ്പൗണ്ട് കിട്ടി. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ആഡ് ചെയ്യാം? CH2 ഡബിൾ ബോണ്ട് CH2 HBr. ഈ Hനെ ഞാൻ ഇങ്ങോട്ടും കൊടുത്തു, ഈ Brനെ ഞാൻ ഇങ്ങോട്ടും കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് വന്നു മക്കളെ? CH2Br CH3. രണ്ടും ഒരു കോമ്പൗണ്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ സിമ്മട്രിക്കൽ ആൽക്കിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആൽക്കിൽ ഹാലൈഡിനെ ആഡ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായോ? പക്ഷെ ഈ രണ്ട് രീതിയിലും നമുക്ക് ആഡ് ചെയ്യാം. രണ്ട് രീതിയിലുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓപ്ഷൻസ് തരും. അപ്പൊ നിങ്ങൾ നോക്കണം ഇവിടെ ആരാ സിമ്മട്രിക്കൽ ആണോ എന്ന് നോക്കണം. സിമ്മട്രിക്കൽ ആണ് ഇങ്ങനെ വന്നാലും ശരിയാണ്, ഇങ്ങനെ വന്നാലും ശരിയാണ്. രണ്ട് രീതിയിലും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ പറഞ്ഞത്? ഡൗട്ട് ചോദിച്ച ആൾക്ക് ഓക്കെ ആയോ? ഇനി പറയണോ? ഓക്കെ. ഇനി നമ്മൾ അടുത്തോട്ട് പോവാണ്. അടുത്ത നോക്കിക്കേ, അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. അൺസിമ്മട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2. നോക്കിക്കാൻ മക്കളെ, ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ഇത് അടുക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇവിടെ CH3 CHഉം ഇവിടെ എന്ത് കിട്ടി? CH2 കിട്ടി. ഈക്വൽ പാർട്സ് ആണോ കിട്ടിയത്? ഇവിടെ എനിക്ക് എന്താ കിട്ടിയത്? അൺഈക്വൽ പാർട്ട് അല്ലേടാ കിട്ടിയത്. അൺഈക്വൽ പാർട്സ് അല്ലേ കിട്ടിയത്. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അൺഈക്വൽ പാർട്സ് കിട്ടുവാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. മനസ്സിലായോ? മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യണേ. ഇതൊരു റൂളാണ്. ഈ റൂൾ വെച്ച് നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യണേ. അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. ഈ അൺസിമ്മട്രിക്കൽ ആൽക്കീനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ ഹാലൈഡിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുമല്ലോ. നോക്കിക്കേ, ഞാൻ ഒന്നാമത്തിനകത്തോട്ട് നോക്കിക്കേ, ഈ Brനെ എടുത്ത് എവിടെ ആഡ് ചെയ്തു? ഇവിടെയും കൊടുത്തു. അടുത്ത നോക്കിക്കേ, ഈ Hനെ എടുത്ത് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെയും കൊടുത്തു. ഇനി അടുത്തത് നോക്കി, ഇത് ഒന്നാമത്തെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? CH3 CH2 CHBr CH3 കിട്ടി. അപ്പൊ 2 ബ്രോമോ പ്രൊപ്പൈനും കിട്ടി. അടുത്ത ഞാൻ ആഡ് ചെയ്യാൻ പോവാണേ. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. എന്നിട്ട് എന്ത് ചെയ്തു? HBr എടുത്തു ഞാൻ. നോക്കിക്കേ മക്കളെ, ഞാൻ ഇവിടെ Brനല്ലേ കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? Hനെ കൊടുത്തു. ഈ ലാസ്റ്റത്തെ കാർബൺ ഞാൻ ആരെ കൊടുത്തു? Brനെ കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? CH3 CHBr. അതേപോലെ തന്നെ എന്ത് കിട്ടി? ലാസ്റ്റ് CH3 സോറി CH2 CHBr ആണേ. CH3 CH2 CH2Br. ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ട് കോമ്പൗണ്ടുകൾ എനിക്ക് കിട്ടിയില്ലേടാ. അതായത് 2 ബ്രോമോ പ്രൊപ്പൈനും കിട്ടി, 1 ബ്രോമോ പ്രൊപ്പൈനും കിട്ടി. അതായത് അൺസിമ്മട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനകത്തോട്ട് ഞാൻ
ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 2 പ്രോഡക്ട്സുകൾ കിട്ടും. സിമ്മട്രിക്കൽ ആറ്റത്തെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് മാത്രമാണ് കിട്ടുന്നത്. ഇയാളുടെ പേര് നോക്കിക്കേ, ഇയാളുടെ പേര് എന്തുവാ? മെഥേദ്. എന്താ? 1 ബ്രോമോ ഈഥേൻ, 1 ബ്രോമോ അല്ലെ ബ്രോമോ ഈഥേൻ. ഇയാളുടെ പേരും എന്തിനാ? ബ്രോമോ ഈഥേൻ. നമുക്ക് സിമ്മട്രിക്കലിനകത്ത് ഒരു പ്രോഡക്റ്റിനെ കിട്ടത്തുള്ളൂ. അൺസിമ്മട്രിക്കലിനകത്ത് എനിക്ക് 2 പ്രോഡക്റ്റിനെ കിട്ടി. രണ്ട് വ്യത്യസ്ത ആളുകളല്ലേ? 2 ബ്രോമോ പ്രൊപ്പേനും കിട്ടി, 1 ബ്രോമോ പ്രൊപ്പേനും കിട്ടി. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്നത് ഒരു റൂളിന്റെ ബേസിൽ. അപ്പൊ നമ്മൾ ഇവിടെ പറയാണ് നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടി. ഇതിനകത്ത് ഏതാണ് മേജർ പ്രോഡക്റ്റ്, ഇതിനകത്ത് ഏതാണ് മൈനർ പ്രോഡക്റ്റ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പൊ അത് അങ്ങനെ അറിയാൻ വേണ്ടി നമുക്കിപ്പോ തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ അഡീഷൻ നടത്താൻ പറ്റത്തില്ല അൺസിമെട്രിക്കലിനകത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൂളിന്റെ പേരാണ് മാർക്കോണിക്കോവ് റൂള്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് ഈ മാർക്കോണിക്കോവ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നെഗറ്റീവ് പാർട്സ്, അതായത് HBr ഉണ്ടല്ലോടാ മക്കളെ, HBrനെ ഞാൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? H+ കിട്ടും, Br- കിട്ടും. അപ്പൊ ഈ നെഗറ്റീവ് പാർട്സ് പോകേണ്ടത് ഏറ്റവും കുറവ് നമ്പർ ഹൈഡ്രജൻ ഉള്ളിടത്തോട്ടായിരിക്കണം. ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് നമ്മുടെ ഈ കോമ്പൗണ്ട് ഞാൻ എഴുതാണേ. ഏതായിരുന്നു? CH3 സിംഗിൾ ബോണ്ട്, CH2 നമ്മൾ നേരത്തെ ഏതായിരുന്നു അവിടെ എഴുതിയത്? ഓക്കെ, പ്രൊപ്പീൻ അല്ലായിരുന്നു എഴുതിയേ. നോക്കിക്കേ CH2. അപ്പൊ ഞാൻ എടുത്തു, എന്റെ കയ്യിൽ എന്തുണ്ട്? നെഗറ്റീവ് പാർട്ട്. HBrന്റെ നെഗറ്റീവ് പാർട്ടും ഉണ്ട്, പോസിറ്റീവ് പാർട്ടും ഉണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് പാർട്ട് പോകേണ്ടത് ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറവും. ഈ ഭാഗം മാത്രം നോക്കണം. ഡബിൾ ബോണ്ടിന് അപ്പുറം ഇപ്പുറം ആരൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, കാർബണും ഉണ്ട്. ഡബിൾ ബോണ്ട് അപ്പുറവും ഇപ്പുറവും. കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ കുറവുള്ള ഭാഗം ഏതാ? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. കുറവുള്ള ഭാഗത്തോട്ട് ആര് പോകണം മക്കളെ? Br പോകണം, അതായത് നെഗറ്റീവ് പാർട്ട് പോകണം. കൂടുതലുള്ള എവിടെ? CH2 ആണ്. ഇവിടോട്ട് ആര് പോകണം? H പോകണം. ഇത് മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? ഇത് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇനി അടുത്തതൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത കുറച്ച് ആന്റി മാർക്കോണിക്കോവ് റൂൾ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് മാർക്കോണിക്കോവ് റൂള്. എക്സാമിന് എന്തായാലും ഇതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഈ അഡീഷൻ എന്നുവെച്ചാൽ നെഗറ്റീവ് പാർട്സ് പോകുന്നതും പോസിറ്റീവ് പാർട്സ് പോകുന്നതും പറഞ്ഞത് മനസ്സിലായോ? സൂരജ് പറഞ്ഞു, ഇനി ബാക്കിയുള്ളവർ പറ. മനസ്സിലായാൽ മാത്രമേ പോവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദേവു പറഞ്ഞു. ബാക്കി ആരും ഇല്ല ഇവിടെ? മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. നോക്കിക്കേ, അരുണും എല്ലാരും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ഇനി ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ തന്നെ എഴുതണം. അപ്പൊ നോക്കിക്കേ, HBrനകത്തുള്ള പോസിറ്റീവ് പാർട്ട് പോകേണ്ടത് എവിടാ? പോസിറ്റീവ് പാർട്ട് പോകേണ്ടത് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. എവിടെ? ഡബിൾ ബോണ്ട് അപ്പുറം ഇപ്പുറം ആണേ മക്കളെ, ഡബിൾ ബോണ്ട് അപ്പുറം ഇപ്പുറവും. അപ്പൊ നോക്കിക്കേ, ഞാൻ ഇത് ഇങ്ങോട്ട് എഴുതി വെക്കുക. നെഗറ്റീവ് പാർട്ട് എങ്ങോട്ടാ പോണ്ടേ? നെഗറ്റീവ് പാർട്ട് പോകേണ്ടത് എങ്ങോട്ടാ മക്കളെ? ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്ത്. ഓക്കെ ആണല്ലോ? ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അടുത്ത നോക്കിക്കേ, പോസിറ്റീവ് പാർട്ട് പോകണ്ടേ എങ്ങോട്ടാ? ആ, ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറം ഓർക്കണേ. ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഞാൻ ബിറ്റ്വീൻ ഡബിൾ ബോണ്ട് ഇടുവാണേ. ബിറ്റ്വീൻ ഡബിൾ ബോണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കണം. നമുക്ക് മാർക്കോണിക്കോവ് റൂള് സിമ്മട്രിക്കൽ അല്ല, അൺസിമ്മട്രിക്കൽ കോമ്പൗണ്ടിലാണ്. നമുക്ക് മാർക്കോണിക്കോവ് റൂൾ എന്താണ്? ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ മാർക്കോണിക്കോവ് റൂള് ഞാൻ ഫോളോ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തേക്കുന്നു? ഒരു കോമ്പൗണ്ട് വരയ്ക്കുവാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് എവിടോട്ട് പോവുകയാണ്? ദാണ്ടെ 1 2 H+ ആഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇവിടോട്ട് വരുവാണെങ്കിൽ ഇവരെന്താ? അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇവരെന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. സ്റ്റെബിലിറ്റി ഒന്നും നമുക്ക് ചോദിക്കത്തില്ല. ഈ അൺസിമെട്രിക്കൽ ആൽക്കിനകത്ത് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പാർട്സ് എങ്ങോട്ടാണ്, നെഗറ്റീവ് പാർട്സ് എങ്ങോട്ടാണ്, ഈ കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സൾഫനേഷൻ റിയാക്ഷൻ അങ്ങനത്തെ കുറെ റിയാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും.
ഇനി അടുത്ത ഒരു റിയാക്ഷനിലോട്ട് നമ്മൾ പോവാണ്. ആന്റി മാർക്കോണിക്കോവ് റൂള് അല്ലെങ്കിൽ എന്താ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്. ആന്റി മാർക്കോണിക്കോവ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാർക്കോണിക്കോവ് റൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി മാർക്കോണിക്കോവ് റൂള്. ഈ ആന്റി മാർക്കോണിക്കോവ് റൂൾ എപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. നമ്മുടെ ഒരു റിയാക്ഷനകത്ത് എന്തുണ്ട്? കാറ്റലിസ്റ്റ് ആയിട്ട് പെറോക്സൈഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്? ആന്റി മാർക്കോണിക്കോവ് റൂൾ നടക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് നടക്കും. പോസിറ്റീവ് പാർട്ട് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തും നെഗറ്റീവ് പാർട്ട് എന്താ ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തോട്ടും പോകും. അപ്പൊ ഒരെണ്ണം മാത്രം പഠിച്ചു വെക്കുക. അതിന് ഓപ്പോസിറ്റ് ആണ് ആര്? ആന്റി മാർക്കോണിക്കോവ് റൂൾ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്. അത് എങ്ങനെയാണ് ആന്റി മാർക്കോണിക്കോവ് ആണെന്ന് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആരുണ്ടാകും? പെറോക്സൈഡ് ഉണ്ടാകും. ദിസ് ഹാപ്പൻ ഓൺലി ഇൻ HBr ബട്ട് നോട്ട് ഇൻ HCl. HBrൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? ആന്റി മാർക്കോണിക്കോവ് റൂൾ നടക്കുന്നുള്ളൂ. HCl എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഇത് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ. അപ്പൊ മാർക്കോണിക്കോവ് റൂൾ എന്താന്ന് പഠിച്ചു, ആന്റി മാർക്കോണിക്കോവ് റൂൾ എന്താ പഠിച്ചു. മക്കളെ ഇതാണ് പെറോക്സൈഡ്. ഇതാണ് എന്ത്? പെറോക്സൈഡ്. അപ്പൊ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നടക്കും? ആന്റി മാർക്കോണിക്കോവ് റൂൾ നടക്കും. നോക്കിക്കേ, CH2Br വന്നു. ഇവിടെ എന്ത് ചെയ്തു? CH2Br. നമുക്ക് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് 1 പ്രൊപ്പൈൻ തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് പാർട്സ് എങ്ങോട്ട് പോകുന്നു, നെഗറ്റീവ് പാർട്സ് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ സത്യത്തിൽ മാർക്കോണിക്കോവ് റൂൾ പ്രകാരം H എവിടെയാ വരേണ്ടത്? ഇവിടെയാ വരണ്ടേ അല്ലേ? CH ഇവിടെയല്ലേ വരേണ്ടത്? അപ്പൊ പെറോക്സൈഡ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ആന്റി മാർക്കോണിക്കോവ് റൂൾ പ്രകാരം നെഗറ്റീവ് പാർട്സ് എങ്ങോട്ട് പോയി? ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തും പോസിറ്റീവ് പാർട്സ് എങ്ങോട്ട് പോയി? ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണേ പഠിച്ചു വെക്കാവോ, നമുക്ക് തിരിഞ്ഞു പോകും. മാർക്കോണിക്കോവ് റൂള്, ആന്റി മാർക്കോണിക്കോവ് റൂള് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ്, കറാഷ് എഫക്റ്റ്. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഏതെങ്കിലും ഒരെണ്ണേ പഠിച്ചു വെക്കാവൂ. മാർക്കോണിക്കോവ് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ നമുക്ക് ആന്റി മാർക്കോണിക്കോവ് റൂൾ പഠിക്കാൻ എളുപ്പമാണ്. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ അത് ആന്റി മാർക്കോണിക്കോവ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായോടെ മക്കളെ? മനസ്സിലായോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ. ഇനി അടുത്ത നോക്കിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ മാർക്കോണിക്കോവ് റൂൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗുണങ്ങൾ ഉണ്ടെന്നാ. നോക്കിക്കേ, അടുത്ത റിയാക്ഷൻ പോവാണ്. അഡിഷൻ റിയാക്ഷനകത്ത് അടുത്ത റിയാക്ഷൻ ആണ് അഡിഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. മക്കളെ ഈ കൊടുത്തേക്കുന്ന സാധനത്തെ ഞാൻ എഴുതുവാണേ. H എത്ര പേരുണ്ട്? 1 2 പേര്. H2 SO എത്ര പേരാ? SO4 4 പേർ. H2SO4 എത്ര പേരാ? എന്താണ്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അല്ലേ? ഈ H2SO4 ഞാൻ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാ. H2SO4 എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? H പ്ലസും HSO4 മൈനസും. H പ്ലസും HSO4 മൈനസും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ മാർക്കോണിക്കോവ് റൂള് നമ്മൾ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. അങ്ങനെ നമുക്ക് ഈഥൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് പാർട്സ് പോകേണ്ടത് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തോട്ട്, നെഗറ്റീവ് പാർട്സ് പോകേണ്ടത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത്. ഇവിടെ പക്ഷേ എന്താ? സിമ്മട്രിക്കലിലാണേ. സിമ്മട്രിക്കൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇനി അഡീഷൻ ഓഫ് വാട്ടർ ആണ്. വാട്ടറിൽ നമുക്ക് എന്തുണ്ട് മക്കളെ? H പ്ലസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്. അപ്പൊ വാട്ടറിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പനോൾ കിട്ടും. അപ്പൊ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ, അതായത് ആൽക്കീനകത്തോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? ആൽക്കീനകത്തോട്ട് വാട്ടർ അഡീഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിനെയാണ് കിട്ടുന്നത്. ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ റിയാക്ഷൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് KMnO4. നമുക്ക് അവിടെ കിട്ടുന്ന ഗ്ലൈക്കോള. ഈ ഗ്ലൈക്കോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് CH2 സിംഗിൾ ബോണ്ട് CH2. ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്. നമ്മൾ പറഞ്ഞു CH2 CH2. ഇവിടെ Br ഉണ്ട്, ഇവിടെ Br ഉണ്ട്. നമ്മൾ പറഞ്ഞു ആൽക്കിൽ ഹാലൈഡ് ഹാലജൻ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡ്. ഓക്കെ ആണല്ലോ. എന്നാൽ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, അഡ്ജസന്റ് കാർബണാത്ത OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോൾ. ഇവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഗ്ലൈക്കോൾ. ഓർത്ത് വെച്ചേക്കണം. അപ്പൊ അതിന്റെ അഡീഷൻ റിയാക്ഷൻ. അപ്പം ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്ലൈക്കോൾ ആണ് കിട്ടുന്നത്, അല്ലെ ഈഥേൻ 1,2 ഡയോൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഓസ്മോളിസിസ് റിയാക്ഷൻ ആണ്. ഓസ്മോളിസിസ് റിയാക്ഷനിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ ബ്രേക്കിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ബോണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, രണ്ടായിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും.
ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എഥനാളും കിട്ടുന്നു, ആരെയും കിട്ടുന്നു? നമ്മുടെ മെഥനാളിനെ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം അഡിഷൻ റിയാക്ഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തിനെ കിട്ടുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. പിന്നെ നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ പോളിമർ പഠിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. പോളിമറൈസേഷൻ നടത്തുന്നു, നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പോളിത്തീൻ കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? പോളിപ്രൊപ്പിൻ. ഇത് ഈഥീൻ കോമ്പൗണ്ട് ആണ്. ഈഥീനകത്ത് നിന്ന് നമുക്ക് ആരെ ഉണ്ടാക്കാൻ പറ്റും? പോളിത്തീനെ ഉണ്ടാക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ എന്താ ഇതിന്റെ പേരെന്താണ്? പ്രൊപ്പീനകത്ത് നമുക്ക് പോളിപ്രൊപ്പീനെ ഉണ്ടാക്കാം. പ്രൊപ്പീനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പോളിപ്രൊപ്പീനെ ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെ പറ്റി പഠിക്കാനുള്ളത്? ആൽക്കീനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാർക്കോണിക്കോ റൂൾ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ റേറ്റ് ഓഫ് റിയാക്ഷൻസ്, വിസിനൽ ഡൈഹാലൈഡ് എന്താണ് ആൽഫ കാർബൺ, എന്താണ് ബീറ്റ കാർബൺ, എന്താണ് ഗ്ലൈക്കോൾ. അതേപോലെ മോളിക്കുലർ സൈസ് കൂടുമ്പോൾ ആൽക്കീന്റെ എന്ത് കൂടുന്നു? ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതിനായിട്ട് പ്രിപ്പറേഷൻസ്, അഡിഷൻ റിയാക്ഷനകത്ത് HBr രണ്ട് രീതിയിൽ അഡിഷൻ നടക്കുന്നുണ്ട്. സിമ്മട്രിക്കലിനകത്തും അൺസിമ്മട്രിക്കലിനകത്തും. സിമ്മട്രിക്കൽ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ പാർട്സ് കിട്ടുവാണെങ്കിൽ അവരെ സിമ്മട്രിക്കൽ എന്ന് പറയുന്നു. കട്ട് ചെയ്യുമ്പോൾ അൺഈക്വൽ പാർട്സ് ആണെങ്കിൽ അവരെ നമ്മൾ അൺസിമ്മട്രിക്കൽ എന്ന് പറയുന്നു. സിമ്മട്രിക്കൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എല്ലാം സെയിം ആയിരിക്കും. അൺസിമ്മട്രിക്കൽ മാർക്കോണിക്കോ റൂൾ ഉപയോഗിക്കണം. മാർക്കോണിക്കോ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അതായത് HBrനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ H+Br- കിട്ടുന്നു. പോസിറ്റീവ് പാർട്സ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള ഡബിൾ ബോണ്ട് അപ്പുറം ഇപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള എവിടെയാണോ അവിടോട്ട് വേണം പോസിറ്റീവ് പാർട്സ് പോകാൻ. നെഗറ്റീവ് പാർട്സ് പോകേണ്ടത് ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ളിടത്തോട്ട് വേണം. അത് കഴിഞ്ഞ് ആന്റി മാർക്കോണിക്കോ റൂൾ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്ട് അല്ലെങ്കിൽ കറാഷ് എഫക്ട്. ആന്റി മാർക്കോണിക്കോ റൂൾ നടക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രം അൺസിമ്മട്രിക്കൽ ആൽക്കീനകത്താണ്. പിന്നെ അഡീഷണൽ സൾഫ്യൂരിക് ആസിഡ്, അത് സിമ്മട്രിക്കലിനകത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോസിറ്റീവ് മാർക്കോണിക്കോ റൂൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അഡീഷൻ ഓഫ് വാട്ടർ, ആൽക്കീനകത്തോട്ട് നമ്മൾ വാട്ടറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽക്കഹോൾ ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഗ്ലൈക്കോൾ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഓസ്മോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. എഥനാളും കിട്ടും, മെഥനാളും കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ പോളിമറൈസേഷൻ റിയാക്ഷൻ, നമ്മൾ പോളിമർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് അഡിഷൻ പോളിമറൈസേഷൻ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, കോ പോളിമറൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഡബിൾ ബോണ്ടിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് ലോങ് ചെയിൻസുകൾ ഉണ്ടാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പോളിത്തീനെയും പ്രൊപ്പീനകത്ത് നമുക്ക് പോളിപ്രൊപ്പീനെ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. അടുത്താണ് നമ്മുടെ ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇവരുടെ നെയിമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? നെയിമിങ്ങിലെ എൻഡ് നമ്മൾ എന്ത് കൊടുക്കണം? EN കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നെയിമിംഗ് ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങൾ ആൽക്കേന്റെ നെയിമിങ് പഠിച്ചു. അപ്പൊ ആൽക്കീന്റെ നെയിമിങ്ങും നിങ്ങൾ പഠിച്ചു. ആൽക്കീൻ പഠിച്ചു. അതേപോലെ തന്നെ ഇനി ആൽക്കൈൻ ആണ് പഠിക്കേണ്ടത്. അത് ഡബിൾ ബോണ്ട് വരുമ്പോ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ എന്തില്ല? ഇവിടെ എന്താ കൊടുത്തേ? ഇവിടെ ആൽക്കെയിൻ അല്ലേ? AN അല്ലേ? ഇപ്പൊ മെത് ഏത്? പ്രൊപ്പെയിൻ അല്ലെ? AN കൊടുത്തു. AN ആകുമ്പോ സിംഗിൾ ബോണ്ട്, EN ആകുമ്പോ ഡബിൾ ബോണ്ട്, YN ആകുമ്പോ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന, 10ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ ചെയ്യാൻ വേണ്ടി തരാം. ഓക്കെ. ഇനി നമ്മൾ ഇവിടുത്തെ പ്രിപ്പറേഷൻസ് ആണ്. ആൽക്കൈന് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഒന്നാമത് നമ്മൾ ആരിൽ നിന്ന് ഉണ്ടാക്കുന്നു? കാൽസ്യം കാർബൈഡിൽ നിന്ന് നമുക്ക് എന്തിനെ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ആൽക്കീനെ ഉണ്ടാക്കാൻ പറ്റും. നോക്കിക്കേ, കാൽസ്യം കാർബൈഡ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാൽസ്യം കാർബൈഡിനകത്ത് നമുക്ക് എന്തിനെ ഉണ്ടാക്കാൻ പറ്റും? കാൽസ്യം ഓക്സൈഡ്, കാർബൺ ഗീവ്സ് കാൽസ്യം കാർബൈഡ്. ഈ കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ആരെ കിട്ടുന്നു? നമുക്ക് ആൽക്കൈനെ കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ കാൽസ്യം കാർബൈഡ് എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ പറയുവാണ്. കാൽസ്യം ഓക്സൈഡും കാർബണോട് ചേർന്ന് കാൽസ്യം കാർബൈഡ് ഉണ്ടാക്കുന്നു. ഈ കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് ചേർന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡും ആൽക്കൈനും ഉണ്ടാകുന്നു. ഒന്നാമത്തെ പ്രിപ്പറേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു വിസിനൽ ഡൈഹാലൈഡിനകത്ത് നോക്കിക്കേ, KBr എന്ത് ചെയ്യുന്നു? ഇവിടെ KBrഉം H2Oയും, ഇതിനകത്ത് Kയും Brഉം KBr എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്തു പോന്നു. ഇതിനകത്ത് ഒരു Kയും എങ്ങോട്ട് മാറ്റി എഴുതാവേ? CH2 നോക്കിക്കേ മക്കളെ,
H2C എന്ന് വെച്ചാൽ CH2 തന്നെയാണ്. Br സിംഗിൾ ബോണ്ട് CBr പ്ലസ് എന്ത് H പ്ലസ് KOH. നോക്കിക്കേ, KOHനകത്ത് ഇതിനകത്തുള്ള ഒരു കെയും ഇതിനകത്തുള്ള ഒരു BRൂടെ എലിമിനേറ്റ് ചെയ്തു പോന്നു. പിന്നെ OHും ആരുടെ എലിമിനേറ്റ് ചെയ്തു പോന്നു? വാട്ടറൂടെ എലിമിനേറ്റ് ചെയ്തു പോന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH ഡബിൾ ബോണ്ട് CH BR എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? അമോണിയത്തെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആൽക്കേനെ കിട്ടും. ഇത് ഇവിടുത്തെ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ആൽക്കിന്റെ പ്രിപ്പറേഷൻ. അതിനകത്ത് നമ്മൾ എന്തിനാ എലിമിനേറ്റ് ചെയ്യുന്നു? NH3നെയും അതേപോലെ ആരെയും NaBrനെയും വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൽക്കൈൻ കിട്ടും. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, NaBr നമ്മൾ Na പ്ലസും NH2 കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് NaBr എലിമിനേറ്റ് ചെയ്തു പോന്നു. നമുക്ക് ആരെ കിട്ടുന്നു? ആൽക്കൈനെ കിട്ടുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പ്രിപ്പറേഷൻ ആൽക്കെയിന്റെയും ആൽക്കീന്റെയാണ്. ആൽക്കെയിന് നമുക്ക് രണ്ട് പ്രിപ്പറേഷനേ ഉള്ളൂ. ഒന്ന് വിസിനൽ ഡൈഹാലൈഡിനകത്തുനിന്നും, രണ്ടാമത് എന്തുവാ? നമ്മുടെ കാൽസ്യം കാർബണിനകത്ത്. ഇതാണ് വിസിനൽ ഡൈഹാലൈഡ്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അസിഡിക് ബിഹേവിയറിനെ പറ്റി പറയുവാണ്. നമ്മുടെ ആൽക്കൈൻ കോമ്പൗണ്ട്സിൽ എടുക്കുമ്പോൾ അവിടെ അസിഡ് ബിഹേവിയറിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി അഡിഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കൈനകത്തുള്ള അഡിഷൻ റിയാക്ഷൻ നടക്കണം. ഒന്നാമത്തെ അഡിഷൻ റിയാക്ഷൻ ആണ് അഡിഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. അതായത് ഡൈഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. പ്ലാറ്റിനം, പലേഡിയം, നിക്കലിന്റെ പ്രസൻസ് നമുക്ക് ആദ്യം എന്തിനെ കിട്ടുന്നു? ആൽക്കീനെ കിട്ടുന്നു. രണ്ടാമത് നമുക്ക് എന്തിനെ കിട്ടുന്നു? ആൽക്കേനെ കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്ത് നോക്കിക്കേ, പ്രൊപ്പൈനകത്തുനിന്ന് പ്രൊപ്പീനെ ഉണ്ടാക്കാൻ പറ്റും, പ്രൊപ്പൈനെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, അതിന്റെ റിയാക്ഷൻ മക്കളെ കൊടുത്തേക്കുന്ന HBr ആഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട് Hും Brഉം വന്ന് ആഡ് ചെയ്യുന്നു. അഡിഷൻ ഓഫ് വാട്ടർ H പ്ലസും OH മൈനസും വരുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്സിനെ പറ്റി ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത്രയും റിയാക്ഷൻസേ ഉള്ളൂ ആൽക്കൈനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തോട്ട് പോവാണ്. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആൽക്കൈൻ പഠിക്കാൻ എളുപ്പമാണ്. ആൽക്കൈൻ പഠിച്ചതിന് ശേഷമേ ആൽക്കൈൻ പഠിക്കാവൂ. അപ്പൊ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് വിസിനൽ ഡൈഹാലൈഡിന്റെ റിയാക്ഷൻസും അഡിഷണൽ ഡൈഹൈഡ്രജനും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? അവിടുന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. എന്താ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ നമ്മുടെ ആരോമാറ്റിക് റിങ്സ്, അതായത് ബെൻസീൻ റിങ്ങുകളില്ലേ, ഈ ബെൻസീൻ റിങ്ങിനകത്ത് കോമ്പൗണ്ട്സുകൾ വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന്. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ നമ്മൾ അരീൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആരോമാറ്റിക് കോമ്പൗണ്ട് കൺവെയിൻ ബെൻസീൻ റിംഗ് ഈസ് നോൺ ആസ് ബെൻസിനോയിഡ്. ബെൻസിൻ ഇല്ലാത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ബെൻസിനോയിഡ്. ഇപ്പൊ ബെൻസീൻ അല്ലാത്ത റിങ് വരുന്നു. ബെൻസീൻ അല്ലാത്ത റിങ് ഇതാ വരികയാണ്. നോക്കിക്കേ, ഇത് ബെൻസീൻ അല്ലാത്ത റിങ് അല്ലേ? അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ബെൻസിനോയിഡ് എന്ന് വിളിക്കും. ഇങ്ങനത്തെ കോമ്പൗണ്ടുകൾ വരാനുള്ള സൈക്ലോ കോമ്പൗണ്ട്, ഇവരൊക്കെ എന്താ? നോൺ ബെൻസിനോയിഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ്. ഓക്കെ ആണ്. അവരെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കുറച്ച് എക്സാമ്പിൾസ്, നെയിമുകൾ എന്ത് ചെയ്തേക്കണം? പഠിച്ചു വെച്ചേക്കണം. അതിന്റെ ഒന്നാമത്തെ കാര്യങ്ങൾ, ബെൻസീൻ എന്താണ്? ടൊലുവിൻ എന്താണ്? നാഫ്തലിൻ എന്താണ്? അനിലിൻ എന്താണ്? അനിലീൻ ആകുമ്പോൾ എന്ത് വരും? NH2 വരും. NH2 വന്നു കഴിഞ്ഞാൽ അനിലീൻ. ഓക്കെ, അനിലീൻ. അപ്പൊ ഇവരുടെയൊക്കെ അനിലീൻ നമ്മൾ അമീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുവേ. അപ്പൊ ഇവരുടെയൊക്കെ ബൈഫിനൈല്, നാഫ്തലിൻ, ടൊലുവിൻ, ബെൻസീൻ, ഇവരുടെ എല്ലാം സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കണം. ഇനി ഇവരുടെ നോമൻക്ലേച്ചർ പഠിക്കാൻ നമ്മൾ പോവാ. നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടോട്ട് എഴുതുവാണെങ്കിൽ നോമൻക്ലേച്ചർ ഒന്നാമത് ഞാൻ എന്ത് ചെയ്തു മക്കളെ? ബെൻസീൻ റിങ്. അതിനകത്തോട്ട് എന്ത് വന്നു? ഇവിടെ Cl വന്നിരിക്കട്ടെ. ഇവിടെ Cl വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെൻസിൻ റിങ്ങിന് നമ്മൾ നമ്പർ കൊടുക്കാൻ പോവാണ്. ഇവിടെ Cl, ഇവിടെ ഒരു Cl ഞാൻ കൊടുത്തു. അപ്പൊ ബെൻസീനകത്ത് 2 ക്ലോറിൻ വന്നു. 1 2 3. ഇങ്ങനെ എനിക്ക് നമ്പർ കൊടുക്കാം. ഇങ്ങനെ നമ്പർ കൊടുക്കാം. 1 2 3 4 5 വരും. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് നമ്പേഴ്സും, അത് 1ഉം 5 കൂട്ടുമ്പോൾ 6 വരും, 1ഉം 3 കൂട്ടുമ്പോൾ 4 വരും. അപ്പൊ കൂട്ടുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ വരുന്ന ആ സൈഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. അപ്പൊ ഏറ്റവും നമ്മൾ നമ്പർ എടുക്കേണ്ട ഏത് രീതിയിലാ? ഈ രീതിയിൽ ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ എടുക്കണം. നോക്കിക്കേ, ഞാൻ ഒന്നാമത്തെ കോമ്പൗണ്ട് എഴുതുവാണേ. ഓക്കെ, ക്ലോറിൻ 1 2
3. ഇയാളുടെ പേരെന്താ? 1,3 ഡൈക്ലോറോ ബെൻസീൻ. ഡൈക്ലോറോ ബെൻസീൻ. ഇയാളുടെ പേരാണെന്ത്? 1,3 ഡൈക്ലോറോ ബെൻസീൻ. ഇനി അടുത്ത നിങ്ങൾ പറയണവേ. നിങ്ങൾ അടുത്തത് കമന്റ് ചെയ്താൽ മതി, വിളിച്ചു പറയണ്ട. എന്നിട്ട് അടുത്ത കോമ്പൗണ്ട് നെയിമിങ് നിങ്ങൾ പറയണം. ഇയാളുടെ പേര് പറ. ഇയാളുടെ പേര് പറ. ഇയാളുടെ പേര് പറ. നമ്മൾക്ക് ക്ലോറിൻ മാത്രം വരിക. അതെ, ക്ലോറോ ബെൻസീൻ. നമ്മളിവിടെ എന്ത് വേണ്ട? 1 ക്ലോറോ ഇട്ടില്ലേലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ ക്ലോറോ ബെൻസീൻ എന്നായിരിക്കും പറഞ്ഞ്. അടുത്ത കോമ്പൗണ്ട് പറയുവാണേ. നോക്കിക്കേ, ഇവിടെ ഒരു ക്ലോറിൻ വന്നു, പിന്നെ എന്ത് വന്നു? ഇവിടെ ബ്രോമിൻ വന്നു. ഇയാളുടെ പേര് പറ. ഇയാളുടെ പേര് പറ. എവിടേക്കാ പൊസിഷൻ പറഞ്ഞേ? 1, 2, 3 വന്നു. ഇനി അടുത്ത 2 എക്സാമ്പിൾ നിങ്ങൾക്ക് തരും, ചെയ്ത് നോക്കണേ. ഓക്കെ, ക്ലോറിൻ, ഓക്കെ, ഇത് ചെയ്ത് നോക്കാനാണ്, നെയിമിങ് എഴുതി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, നമ്മളിവിടെ നോമൻക്ലേച്ചർ പറഞ്ഞ സമയത്ത് ഇവിടെ നോക്കിക്കേ, ഇവരെ നമ്മൾ സൈലീൻ കോമ്പൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. മെറ്റാസൈലീനും പാരാസൈലീനും, മെറ്റാസൈലിനും പാരാസൈലിനും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ ഏതോ ക്ലാസ്സിൽ എന്താണ് പാരാ പൊസിഷൻ, എന്താണ് മെറ്റാ പൊസിഷൻ, എന്താണ് ഓർത്തോ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബെൻസീൻ റിങ്ങിനകത്തോട്ട് നമുക്ക് എന്ത് വരുന്നു? അപ്പുറത്തെ സ്പേസ് ഉണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇവിടെ പറയാം. നോക്കിക്കോ മകളെ, ഓർത്തോ പാരാ ബെൻസിൻ പറഞ്ഞതിന് മുന്നേ നമ്മുടെ ബെൻസിൻ ഇപ്പോഴത്തെ സ്ട്രക്ചർ അല്ലേ, ആ സ്ട്രക്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആളുടെ പേരാണ് അഗസ്റ്റ് കെക്യൂൾ. കെക്യൂളിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന എന്ത് ബെൻസിന്റെ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ ഓർത്തോ പാരാ ബെൻസിൻ അല്ലെ, ഓർത്തോ പൊസിഷൻ, അതേപോലെ തന്നെ പാരാ പൊസിഷൻ, അതേപോലെ എന്താ മെറ്റാ പൊസിഷൻ ഞാൻ പറയാൻ പോവാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്താണ് ഈ പൊസിഷൻസ് കാണിക്കുന്നത്. നമുക്ക് ഓർത്ത് ഒരു ബെൻസീൻ റിങ് എടുത്തു. ഈ ബെൻസീൻ റിങ്ങിനകത്ത് തൊട്ടടുത്തടുത്ത് എന്ത് ചെയ്തു? ഞാൻ ഇവിടെ റൗണ്ട് ചെയ്തേക്കുവാണേ ബോണ്ട്. അടുത്ത നോക്കിക്കേ, അടുത്ത വേറെ പൊസിഷനിൽ വന്നു CH3, ഒന്ന് ഇടവിട്ട് വന്നു CH3. അടുത്തത് എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വന്നു. ഇവിടെ ബെൻസീൻ റിങ്ങാണ് ഇത് കേട്ടോ. ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വന്നു. നോക്കിക്കേ, അപ്പൊ ഇവരെ നമ്മൾ ഓർത്തോ പാര എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റ എന്നുള്ള രീതിയിലാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിം ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, 1, 2 പൊസിഷനിൽ, അപ്പൊ തിരിച്ചു വന്നാലും 1,2 പൊസിഷനിൽ ആര് വന്നു? കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോ. 1, 2 പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഓർത്തോ എന്ന് വിളിക്കും. ഇവിടെ നോക്കിക്കേ, 1, 2, 3 1, 3 പൊസിഷനിൽ കോമ്പൗണ്ട്സുകൾ വന്നു കഴിഞ്ഞാൽ ബെൻസീനകത്ത് ഇവരെ നമ്മൾ എന്ന് വിളിക്കും? മെറ്റാ പൊസിഷൻ എന്ന് വിളിക്കും. മെറ്റാ പൊസിഷൻ. ഇനി നോക്കിക്കേ, 1, 2, ഇതിൽ ഞാൻ ബോണ്ട് വരച്ചത് തെറ്റായി പോയി, ഒരു മിനിറ്റ്. നമ്മുടെ ബെൻസീൻ റിങ്, ഓക്കെ, CH3, ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4 1, 4 പൊസിഷനിലാണ് വന്നിരിക്കുന്നെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പാരാ പൊസിഷൻ. ഇത് ഞാൻ നേരത്തെ എവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്കിക്കേ, പാരാ പൊസിഷൻ. അപ്പം ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ നമുക്ക് ഓർത്തോ കോമ്പൗണ്ട്, പാരാ കോമ്പൗണ്ട് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ 1, 2 പൊസിഷനിൽ വന്നാൽ ഓർത്തോ, 1, 3 പൊസിഷനിൽ ആര് വന്നാൽ ഏതെങ്കിലും കോമ്പൗണ്ട്, CH3 തന്നെ വേണമെന്നില്ല, ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം, അയോഡിൻ വരാം, വേറെ ഏതെങ്കിലും കോമ്പൗണ്ട്സ് അനിലീൻ വരാം, ഏത് കോമ്പൗണ്ടുകൾ വരാം, അതിൽ രണ്ടിന്റെ മിക്സ്ചറുകൾ വരാം, ഒരു CH3 കോമ്പൗണ്ട് CLും വരാം. അപ്പൊ അങ്ങനെ വന്നാൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? 1, 2 പൊസിഷനിലാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോ, 1, 3 ആണെങ്കിൽ മെറ്റ, 1, 4 ആണെങ്കിൽ പാര. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിനെ നമ്മൾ സൈലീൻ കോമ്പൗണ്ട് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. മെറ്റാസൈലീൻ, പാരാസൈലീൻ. അപ്പൊ ഓർത്തോസൈലിൻ എങ്ങനെ ആയിരിക്കും? നോക്കിക്കേ,
CH3 CH3 ഇതായിരിക്കും എന്ത് മെറ്റാസൈലിൻ. മെറ്റാസൈലിൻ അല്ല, ഓർത്തോസൈലിൻ. ഓക്കെ ആണല്ലോ മക്കളെ. ഓക്കെ, ഇനി നമ്മൾ ബെൻസിന്റെ പ്രിപ്പറേഷനെ പറ്റി പറയാണ്. നമ്മൾ ബെൻസിന്റെ പ്രിപ്പറേഷൻ പറയുമ്പോൾ ഒന്നാമത്തെ സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. എന്താണ് ഈ സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് എന്ന് വെച്ചാൽ? ബെൻസോയിക് ആസിഡ് എന്താ? CH3COOH അല്ലേ? ഈ എച്ചിനകത്തുള്ള ഈ COH എച്ച് എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്ത് പോയി. പകരം ആര് വരുന്നു? CH3COONA വരുന്നു. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡിയം സാൾട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ബെൻസീനകത്ത് വന്നത് കൊണ്ട് ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡിനകത്തോട് നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു? NaOH വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെ കിട്ടും? ബെൻസീനെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ പ്രിപ്പറേഷൻ. ഇനി കഴിഞ്ഞ രണ്ടാമത്തെ പ്രിപ്പറേഷൻ നോക്കിയ ഫീനോള്. അത് ആൽക്കഹോൾ, നമ്മുടെ ബെൻസിൻ കോമ്പൗണ്ടിനകത്ത് ആര് വരുന്നു? OH ഗ്രൂപ്പ് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീനോൾ. ഫീനോളിനകത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു? the phenol is reduced by benzene by passing സിങ്ക് വേപ്പർ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെ കിട്ടും? ബെൻസീനെ കിട്ടും. അപ്പൊ രണ്ട് പ്രിപ്പറേഷൻസ്. അപ്പം ബെൻസീന്റെയും ആൽക്കീന്റെയും നമുക്ക് രണ്ട് പ്രിപ്പറേഷൻസേ ഉള്ളു പഠിക്കാൻ. ഒന്നാമത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ, രണ്ടാമത് റിഡക്ഷൻ ഓഫ് ഫീനോള്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എല്ലാം എന്താ? നോൺ പോളാർ കോമ്പൗണ്ട്സുകളായിരിക്കും. അതേപോലെ കളർലെസ് ക്യാരക്ടർ ആയിരിക്കും. ഇവർക്ക് എന്തുണ്ടായിരിക്കും? ആരോമ പ്രൊഡ്യൂസ് ചെയ്യും. നല്ല മണം എന്ത് ചെയ്യുന്നു? ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രേഷൻ, ഹാലജനേഷൻ, സൾഫനേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. അത് നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെയും പ്രസൻസിലായിരിക്കും നടക്കുന്നത്. നമുക്ക് എന്ത് കിട്ടും? നൈട്രോബെൻസീനെ കിട്ടും. അപ്പൊ നൈട്രേഷനിൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആ പേരിൽ തന്നെ ഉണ്ട്, നൈട്രോബെൻസീൻ ആയിരിക്കും. ഹാലജനേഷനകത്ത് നമുക്ക് കിട്ടുന്നത്, ബെൻസീനകത്ത് ഹാലജൻ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ബെൻസീൻ കോമ്പൗണ്ടിനകത്ത് ആര് ആഡ് ചെയ്യുന്നു? ഹാലജൻ. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഓർത്ത് വെച്ചിക്കണം, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ്. അപ്പൊ നമുക്ക് ക്ലോറോ ബെൻസീനെ കിട്ടും. സൾഫനേഷനകത്ത് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു, സൾഫോണിക് ആസിഡ് കോമ്പൗണ്ട് വരുന്നു. അപ്പൊ നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടുന്നു. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയില്ല. നൈട്രേഷനകത്ത് എന്താ? ബെൻസീനകത്ത് നൈട്രജൻ വരുന്നു. ഹാലജനകത്ത് എന്താ? ബെൻസീനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു ഹാലജൻ കോമ്പൗണ്ട് വരുന്നു. സൾഫനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൻസീനിനകത്ത് ആര് വരുന്നു? ഒരു സൾഫോണിക് കോമ്പൗണ്ട് വരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെ? ബെൻസീൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ആൽക്കിൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ടൊലുവീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CH3 വരുന്ന കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. നമുക്ക് ആരുടെ പ്രസൻസിലാ? അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസില്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈഥൈൽ ബെൻസീൻസും കിട്ടുന്നു. ഇനി നമ്മൾ വിളിക്കുന്ന വേറൊരു പേര്, ടൊലുവിന്റെ വേറൊരു പേരാണ് മീഥൈൽ ബെൻസീൻ. ടൊലുവിന്റെ വേറെ പേരാണ് മീഥൈൽ ബെൻസീൻ. അപ്പം നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനകത്ത് നമുക്ക് ബെൻസീനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈഥൈൽ കോമ്പൗണ്ട് മീഥൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറോമീഥേനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പേരാണ് ക്ലോറോമീഥേനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? പഠിക്കാൻ എളുപ്പ മീഥൈൽ ക്ലോറിനെ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഈഥൈൽ ക്ലോറിനില്ലേ? ക്ലോറോ ഈഥൈനും ഇയാളുടെ പേരാണ് ക്ലോറോ ഈഥൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈഥൈൽ ബെൻസീൻ കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ ഈ നമ്മൾ എക്സെക്സ് ഓഫ് റിയാക്ഷൻ നടക്കാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. സക്സസീവ് ആയിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് റിയേജന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാക്കുമെന്നല്ലോ? ഈ ഹാലജൻ കോമ്പൗണ്ട് കൂടുന്ന സമയത്ത് ഈ ഓരോ ബോണ്ടിലും ആര് വരും? നമ്മുടെ ക്ലോറിൻ വന്ന് ഫിക്സ് ചെയ്യും. അപ്പൊ നമുക്ക് ഹെക്സാ ക്ലോറോ ബെൻസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായി? നമുക്ക് എന്ത് കിട്ടും? ഹെക്സാ ക്ലോറോ ബെൻസിൻ. അതായത് 6 ക്ലോറിൻ വെച്ച് ആഡ് ചെയ്യുന്നു. അപ്പൊ ദാണ്ട് ഈ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ഇങ്ങനെ ക്ലോറിൻ, ഇവിടെയും ക്ലോറിൻ വന്നാൽ നമുക്ക് 6 ക്ലോറിൻ വരും. 6 ക്ലോറിൻ വരുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെക്സാ ക്ലോറോ ബെൻസീൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത്? അതിന്റെ നമ്മുടെ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻസ് നെയിമിങ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ബെൻസിനോയിഡും വരും, ബെൻസീനും വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താ?
ആരോമാറ്റിക് കോമ്പൗണ്ട് നെയിമിങ്ങിന്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് ഓർത്തോ പാരാ മെറ്റ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ കൊണ്ടുവന്ന ആളുടെ പേരാണ് അഗസ്റ്റ് കെക്യുൾ. നമ്മൾ കെക്യുളർ സ്ട്രക്ചർ ആണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് പ്രിപ്പറേഷൻ ആണ്. നമുക്ക് രണ്ട് പ്രിപ്പറേഷൻസേ ഉള്ളൂ പഠിക്കാൻ. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന സാൾട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. രണ്ടാമത് ഫീനോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിങ്ക് വെച്ച് റെഡ്യൂസ് ചെയ്യുന്നു, നമുക്ക് ബെൻസീൻ കിട്ടുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. അതേപോലെ എന്താ കളർലെസ് ക്യാരക്ടറും ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് നൈട്രേഷൻ, ഹാലജനേഷൻ, സൾഫനേഷൻ. ഈ നൈട്രേഷനകത്ത് നമുക്ക് കിട്ടുന്ന എന്താ നൈട്രോബെൻസീനെ കിട്ടും. നൈട്രോബെൻസീനെ കിട്ടും, പഠിക്കാൻ എളുപ്പമാണ്. ഹാലജനകത്ത് നമുക്ക് എന്ത് കിട്ടും, ഹാലോബെൻസിൻ അല്ലെങ്കിൽ ക്ലോറോബെൻസിൻ. എക്സാമ്പിൾ ക്ലോറോബെൻസിൻ കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, സൾഫനേഷൻ, സൾഫോണിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ക്രിഡൽക്രാഫ്റ്റ് റിയാക്ഷനകത്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു, രണ്ട് കോമ്പൗണ്ടുകൾ കിട്ടും. മീഥൈൽ ബെൻസീനും കിട്ടും, അതേപോലെ തന്നെ ആരെ കിട്ടും, ഈഥൈൽ ബെൻസീനെയും കിട്ടും. ഈഥൈൽ ബെൻസീനും ഈഥൈൽ ബെൻസീനും അവിടെ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് പോലെ ഇരിക്കുവേ, ആരെയാണോ ഉപയോഗിക്കുന്നത് അവരെ പോലെ കിട്ടും. ഓക്കെ ആണല്ലോ. അതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. ഹാലജനേഷൻ, സൾഫനേഷൻ, അതേപോലെ ഫ്രെഡക്രാഫ്റ്റ് റിയാക്ഷൻ. ക്ലോറോമീഥേൻ ഉപയോഗിച്ചാൽ മീഥൈൽ ബെൻസീൻ, ക്ലോറോ ഈഥേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈഥൈൽ ബെൻസീൻ കിട്ടും. പിന്നെ നമുക്ക് ഹെക്സാ ക്ലോറോ ബെൻസീൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ട് ഇലക്ട്രോഫിലിക് റിയേജന്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഈ കോമ്പൗണ്ട് എല്ലാ ബോണ്ടിലും നമുക്ക് എന്ത് വരുന്നു, ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ബെൻസീന് ഒരു ബെൻസീൻ വേറെ ബെൻസീനായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ പാറ്റ ഗുളിക നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ? പാറ്റ ഗുളിക, നാഫ്തലിൻ ടാബ്ലറ്റ് ഇല്ലേ, നമ്മൾ പാറ്റകളൊക്കെ ഓടിപ്പോവാൻ വേണ്ടി വെക്കുന്ന വൈറ്റ് കളറിൽ ടാബ്ലറ്റ്, അത് നാഫ്തലിന്റെ സ്ട്രക്ചർ ഞാൻ എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, രണ്ട് ബെൻസീൻ റിങ് വരുന്നു. രണ്ട് ബെൻസീൻ റിങ് വരുന്ന നാഫ്തലിൻ, ഇതെടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും, അത് വിഷമാണ്, അത് പോയിസൺ ആണ്, നമുക്ക് എന്ത് ചെയ്യും, ഹാർംഫുൾ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, ഈ ബെൻസീന് എന്ത് ചെയ്യുന്നു, ബെൻസീൻസ് ഫ്യൂസ് ചെയ്ത് വേറൊരു ബെൻസീൻ, ഒന്നോ അതിലധികമോ ബെൻസീൻസ് ഫ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. അവരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടോക്സിക് ആയിരിക്കും. അവരെന്ത് ചെയ്യും, ക്യാൻസർ പ്രൊഡ്യൂസിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അപ്പൊ ബെൻസീൻ, ഒന്നിൽ കൂടുതൽ ബെൻസീൻ റിങ്ങുകൾ ഫ്യൂസ് ചെയ്ത് കാണപ്പെടുവാണെങ്കിൽ അവരെന്തായിരിക്കും, ആ ഹൈഡ്രോ കാർബൺസ് എന്തായിരിക്കും, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി ന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺ. അവരിൽ എന്താ മീഥൈൽ കോമ്പൗണ്ടോ ഈഥൈൽ കോമ്പൗണ്ടോ ഒക്കെ വരാം. അവരെന്തായിരിക്കും, ക്യാൻസർ പ്രൊഡ്യൂസിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകളായിരിക്കും. അതിന് എക്സാമ്പിൾസും സ്ട്രക്ചേഴ്സും ആണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. ഇതൊന്ന് നോക്കി വെച്ചേക്കണം. അപ്പൊ നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിച്ചത്. അപ്പൊ ഹൈഡ്രോ കാർബൺ അത് നമ്മൾ ആൽക്കെയിൻ എന്താണ്, ആൽക്കെയിന്റെ പ്രിപ്പറേഷൻസ് എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ആൽക്കീൻ പഠിച്ചു. ആൽക്കീനകത്ത് കാണിക്കുന്ന നമ്മുടെ ഐസോമറിസംസ് എന്ന് പറഞ്ഞു, സിസ് ഐസോമേഴ്സ്, ട്രാൻസ് ഐസോമേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് പറഞ്ഞു. സിസ് ആൽക്കീൻ, ട്രാൻസ് ആൽക്കീൻസ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ എന്താണ്, ബിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ പറഞ്ഞു എന്താണ് ഗ്ലൈക്കോജൻ കോമ്പൗണ്ട് എന്താന്ന് പറഞ്ഞു. പിന്നെ അതേ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് അഡ്ജസന്റ് കാർബണാറ്റിനകത്ത് ആര് വന്നു, നമ്മുടെ ഈ ഹാലൈഡ് ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതിനാണ് ബിസിനൽ. എന്താണ് ആൽഫ കാർബൺ, എന്താണ് ബീറ്റ കാർബൺ എന്ന് പറഞ്ഞു. അവരുടെ പ്രിപ്പറേഷൻസ്, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ആൽക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ, മാർക്കോണിക്കോ റൂൾ ആണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യാൻ പറ്റും. സിമ്മട്രിക്കലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും, അൺസിമ്മട്രിക്കലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സിമ്മട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ പാർട്സ് കിട്ടണം. അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, HBrനെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് അൺസിമ്മട്രിക്കലാണ്. അൺസിമ്മട്രിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കോണിക്കോ റൂൾ ഉപയോഗിക്കണം. നെഗറ്റീവ് പാർട്സ് എങ്ങോട്ട് പോകണം, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ, ഡബിൾ ബോണ്ട് അപ്പുറവും ഇപ്പുറമാണ്, അത് ഓർത്ത് വെച്ചേക്കണം. പോസിറ്റീവ് പാർട്സ് പോകേണ്ടത് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിനകത്തോട്ട്. ആന്റി മാർക്കോണിക്കോ റൂൾ, നമുക്ക് ഇങ്ങനെ ഒരു അൺസിമെട്രിക്കൽ കോമ്പൗണ്ട് തന്നെ പെറോക്സൈഡ് തരുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ആന്റി മാർക്കോണിക്കോ റൂൾ ആയിരിക്കണം. അഡീഷണൽ സൾഫ്യൂരിക് ആസിഡ്, അവിടെ മാർക്കോണിക്കോ റൂൾ ഉപയോഗിച്ച് ചെയ്യുന്നു. ആൽക്കീനും വാട്ടറോട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കഹോൾ കിട്ടുന്നു. ഓക്സിഡേഷന്റെ പ്രോഡക്റ്റ് ആണ് ഗ്ലൈക്കോള്. ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ ഗ്ലൈക്കോൾ വെച്ചാൽ രണ്ട് OH ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, അഡ്ജസന്റ് കാർബണാറ്റത്ത് വരുവാണെങ്കിൽ അവരെ നമ്മൾ ഗ്ലൈക്കോള്. ഓസനോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എഥനാളും മെഥനാളും കിട്ടുന്നു. പോളിമറൈസേഷൻ റിയാക്ഷൻ, ആൽക്കീന്റെ പ്രിപ്പറേഷൻസ് രണ്ടെണ്ണേ ഉള്ളൂ. കാൽസ്യം കാർബൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസും ബിസിനൽ ഡൈഹൈലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അസിഡിക് റിയാക്ഷന്റെ ബിഹേവിയർ പറഞ്ഞു. പിന്നെ ആൽക്കേന്റെ എന്താ, അഡിഷൻ ഓഫ് ഡൈഹൈഡ്രജൻസ് പറഞ്ഞു, അഡിഷൻ ഓഫ് വാട്ടർ പറഞ്ഞു. പിന്നെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എല്ലാം എന്തായിരിക്കും,
അവർ രണ്ട് രീതിയിലുണ്ട്, ബെൻസിനോയിഡും ഉണ്ട്, നോൺ ബെൻസിനോയിഡും ഉണ്ട്. അതിന്റെ കുറച്ച് നെയിംസ് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇതിനകത്ത് വരുന്ന റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നൈട്രേഷൻ, അതേപോലെ ഹാലജനേഷൻ, സൾഫനേഷൻ. അപ്പൊ ആ റിയാക്ഷന്റെ പേരിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്ന റിയാക്ട് പ്രോഡക്ട്സ് ഉണ്ട്. നൈട്രേഷനകത്ത് നൈട്രോബെൻസിൻ, ഹാലജനേറ്റിനകത്ത് ക്ലോറോബെൻസിൻ, സൾഫനേഷനകത്ത് ബെൻസിൻ സൾഫോണിക് ആസിഡ്, ഫ്രിഡർ ക്രാഫ്റ്റിനകത്ത് മീഥൈൽ ബെൻസിനും നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ടോക്സിറ്റിനെ പറ്റിയിട്ടാ. നമ്മുടെ നമ്മുടെ ഹൈഡ്രോ കാർബണിനകത്ത് ബെൻസീൻസ് എന്ത് ചെയ്യുന്നു, ഒന്നിലധികം ബെൻസീനുമായിട്ട് ഫ്യൂസ് ചെയ്ത് കാണപ്പെടുവാണെങ്കിൽ അവർ ടോക്സിക് ആയിരിക്കും, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ മനസ്സിലാവാത്ത ആളുകൾ മനസ്സിലാവാത്ത പോർഷൻസ് ഒന്നുകൂടെ ഒന്ന് കാണുക. ഇതിന്റെ പോൾ എക്സാംസ് നമുക്ക് നടത്താം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്തേക്കുവാണ്. താങ്ക് യു.